السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما. رب زدنا علما نافعا. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്തായ അനുഗ്രഹമാണ് നമുക്ക് അള്ളാഹുവിനെ കുറിച്ച് പറയുന്ന ഒരു സദസ്സിൽ വിവരിക്കാൻ സാധിക്കുന്നത്. അൽഹംദുലില്ലാഹ്. റഹ്മാനായ റബ്ബ് നമ്മളിൽ നിന്ന് എല്ലാവരിൽ നിന്നും അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കാൻ റഹ്മാനായ റബ്ബ് നമുക്ക് എല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇന്നിങ്ങനെ പ്രത്യേക ഒരു ടോപ്പിക് എടുത്ത് പറയാനൊന്നും ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. എന്നാലും നമ്മളിപ്പോ എന്തായാലും റമദാന് പ്രതീക്ഷിച്ച് നിൽക്കുന്ന ഈ ഒരു സമയമായതുകൊണ്ട് തന്നെ എല്ലാവർക്കും അങ്ങനെയുള്ള വിഷയങ്ങളാകുമ്പോൾ ഒന്നുകൂടി കൂടുതൽ നന്നാവും തോന്നുന്നു അല്ലേ? അള്ളാഹു പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും നമ്മളെ ഈമാനിൽ അള്ളാഹു വർദ്ധനവ് നൽകി അനുഗ്രഹിക്കട്ടെ. അതുപോലെ എല്ലാ കാര്യങ്ങളിലും അള്ളാഹുവിന്റെ തൃപ്തി ആഗ്രഹിച്ച് ചെയ്യാനുള്ള തോപ്പിക്കും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മള് സൂറത്തുൽ ബഖറ പഠിച്ചു കഴിഞ്ഞവരാണ് അല്ലെ? മാഷാ അല്ലാഹ്. അർത്ഥസഹിതം ആശയം മനസ്സിലാക്കി കുറേ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. നമ്മളെ ഈ ഗ്രൂപ്പിലുള്ള ഒരുപാട് പേര് സൂറത്തുൽ ബഖറ ഹിഫ്ള് ചെയ്ത് കഴിഞ്ഞവരാണ്. കുറെ പേര് ഇപ്പോൾ ഹിഫ്ള് ചെയ്തുകൊണ്ടിരിക്കുന്നു, കുറെ പേര് തഫ്സീർ പഠിച്ചുകൊണ്ടിരിക്കുന്നു. മാഷാ അല്ലാഹ്. അപ്പം നമ്മൾ സൂറത്തുൽ ബഖറയില് അവസാന ഭാഗങ്ങളില് അള്ളാഹിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറെ ആയത്തുകൾ പഠിക്കുന്നുണ്ടല്ലോ. അതില് 265 ആയത്ത് നമുക്കൊന്ന് വെറുതെ ഒന്ന് തദബ്ബുർ ചെയ്യാം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഫസ്റ്റ് ആ ഒരു കാര്യം പറയാന്ന് വിചാരിക്കുന്നത്. ഇൻഷാ അല്ലാഹ്. കുറച്ച് കാര്യങ്ങളായിട്ട് നമുക്ക് ഉപകാരപ്പെടുന്ന കുറച്ച് നല്ല നല്ല കാര്യങ്ങൾ നമുക്ക് പറയാം ഇൻഷാ അല്ലാഹ്. പറയുമ്പോൾ എനിക്കും കേൾക്കുമ്പോൾ നിങ്ങൾക്കും അള്ളാഹു അത് ജീവിതത്തിൽ കൊണ്ടുവരാനുള്ള തൗഫീഖ് അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എന്ത് കാര്യവും ഏത് കാര്യവും ഇൽമ് അമലാക്കുമ്പോഴാണ് അതിന് അതിൻ്റെതായ ശരിയായ ഒരു ആസ്വാദനം നമുക്ക് എത്തുന്നത് അല്ലേ? അപ്പൊ അള്ളാഹു നമ്മളോട് ഈ സൂറത്തുൽ ബഖറയിൽ തന്നെ നമ്മൾ പഠിച്ച വേറൊരു ആയത്തുണ്ട് അല്ലെ? 208 ആയത്തുണ്ട്. എന്താണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, യാ അയ്യുഹല്ലദീന ആമനൂ ദുഖുലൂ ഫിസ്സിൽമി കാഫ. നിങ്ങള് പൂർണ്ണമായിട്ടും ഇസ്ലാമിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയിട്ട്. അപ്പോ നമുക്ക് ഓരോരുത്തർക്കും ആ രൂപത്തില് ഇസ്ലാമിലേക്ക് പ്രവേശിക്കാൻ സാധിച്ചിട്ടുണ്ടോ എന്നുള്ളതും നമ്മൾ ഒന്നെല്ലാവരും ചിന്തിച്ചാൽ നല്ലതായിരിക്കും അല്ലെ? കാരണം അള്ളാഹു യാ അയ്യുഹല്ലദീന ആമനൂ എന്ന് വിളിച്ചിട്ട് പറഞ്ഞ കാര്യമാണ് നമ്മളോട്. അല്ലേ വിശ്വാസികളെ എന്ന് പറഞ്ഞിട്ടൊരു കൽപ്പനയായിട്ടുള്ള പറഞ്ഞതാണ് എന്ത്? ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ. പരിപൂർണമായിട്ടും ഇസ്ലാമിലേക്ക് പ്രവേശിക്കാൻ. എന്നിട്ട് അതിന്റെ കൂടെ ചേർത്ത് പറഞ്ഞൊരു കാര്യം എന്താ? വലാ തത്തബിഉ ഖുതുവാതി ശൈത്താൻ. നിങ്ങൾ പിശാചിന്റെ കാലടികളെ പിന്തുടരരുത് അല്ലെ? കാരണം ഇന്നഹു, നിശ്ചയമായും അവൻ, തീർച്ചയായും അവനാകുന്നു എന്ത്? ഇലക്കും, നിങ്ങൾക്ക് അദുവ്വും മുബീൻ, വ്യക്തമായ ശത്രുവാണ്. അള്ളാഹു നമ്മളോട് വിശ്വാസികളെ എന്ന് വിളിച്ച് അള്ളാഹ് പറഞ്ഞ ഈ ഒരു കാര്യം, അപ്പൊ നമ്മൾ ആ ഒരു പൂർണ്ണതയിലേക്ക് എത്തിയോ? ആ ഒരു പൂർണ്ണതയിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും അല്ലെ? അതിലാർക്കും സംശയമില്ല. പക്ഷെ ആ ഒരു പൂർണ്ണതയിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുന്നുണ്ടോ? അതാണ് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുന്നത്. ഇപ്പൊ നമ്മളെ ജീവിതത്തില് ഒരുപാട് റമദാനുകൾ ഇങ്ങനെ വന്നു പോകുന്നുണ്ടല്ലേ? ഇപ്പം ഇപ്പം അൽഹംദുലില്ലാഹ് റഹ്മാനായ റബ്ബിന്റെ അനുഗ്രഹത്താല് നമ്മളിങ്ങനെ എല്ലാ ഗ്രൂപ്പും കാര്യങ്ങളെല്ലാം തുടങ്ങിയിട്ട് ഇപ്പം
കുറേ റമദാനുകൾ വന്നു പോയല്ലോ അല്ലെ. അവിടെയെല്ലാം നമുക്ക് ഒരുപാട് ഓർമ്മപ്പെടുത്തലുകൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. ഒരു അല്ലെ, ഒരു ചില്ലറയൊന്നുമല്ല, ചില്ലറ ഓർമ്മപ്പെടുത്തലൊന്നുമല്ല, ഒരുപാട് ഓർമ്മപ്പെടുത്തലുകൾ നമുക്ക് ദിവസേന കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. കൂടാതെ പരിശുദ്ധ റമദാനാകുമ്പോൾ ആ റമദാനിന് മുന്നേ തന്നെ നമുക്ക് കുറേ ഉണർത്തലുകളും അല്ലെ എല്ലാം നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. എന്നിട്ടും നമ്മളിപ്പോഴും നമ്മളെ ഏഹ് പിന്നെ നമ്മളെ മനസ്സും നമ്മളെ ശരീരവും ഒക്കെ ഈ എന്താ പറയാ അള്ളാഹുവിന് പൂർണ്ണമായി വഴിപ്പെട്ട് തന്നെയാണോ ജീവിക്കുന്നത്? അതല്ല ഇപ്പോഴും നമ്മളെ ഹൃദയങ്ങളിൽ രോഗം ബാക്കി കിടക്കുന്നുണ്ടോ? നമ്മുടെ സൂറത്തുൽ ബഖറയുടെ തുടക്കത്തിൽ ഫീ ഖുലൂബിഹിം മറദ് എന്നുള്ള ആയത്തൊക്കെ നല്ലോണം പഠിച്ചവരാണ് അല്ലെ. അവിടെ നമുക്ക് ആയിഷ തഫ്സീർ എടുക്കുന്ന സമയത്ത് പറഞ്ഞു തരുന്നുണ്ട് ആ ഒരു ചികിത്സയെ കുറിച്ചിട്ട്. കംപ്ലീറ്റ് ബോഡി ചെക്കപ്പ് ചെയ്യുന്നു. സുബ്ഹാനല്ലാഹ്. ബോഡി ചെക്കപ്പ് അല്ല അല്ലേ, നമ്മളെ നഫ്സിനെയാണ് ചെക്കപ്പ് ചെയ്യേണ്ടത്. അപ്പം ആ ഒരു പരിശോധനയും എന്നിട്ട് രോഗം തിരിച്ചറിഞ്ഞാൽ നമ്മൾ എന്താക്കും? ഇപ്പോ നമ്മൾ എന്തെങ്കിലും പരിശോധിച്ചില്ലേ, ഷുഗർ, കൊളസ്ട്രോള്. ഇപ്പൊ പിന്നെ പണ്ടെല്ലാം എന്ന് വെച്ചാൽ ഒരു BP ചെക്ക് ചെയ്യും, പിന്നെ ഒരു ഷുഗർ നോക്കും, അത്രയേ ഉണ്ടല്ലോ. പിന്നെ അത്യാവശ്യം ഷുഗർ, കൊളസ്ട്രോളും അല്ലെ. ഇപ്പൊ എന്തെല്ലാം ടെസ്റ്റാണ് സുബ്ഹാനല്ലാഹ് അല്ലെ. സോഡിയം, പൊട്ടാസ്യം, വിറ്റാമിൻ D, അത് ഇത് അങ്ങനെ 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 ഒരുപാടുണ്ട്. സുബ്ഹാനല്ലാഹ്. അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ, എല്ലാ രോഗങ്ങളും കാത്ത് രക്ഷിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പൊ ഇതുപോലെ നമ്മളെ ഹൃദയത്തിൽ അടിഞ്ഞുകൂടിയ രോഗങ്ങളെ നമ്മൾ ചെക്ക് ചെയ്തിട്ട് നമുക്കറിയാലോ, നമ്മളെ ഹൃദയം നമുക്ക് പരിശോധിച്ചറിയാൻ എന്തെങ്കിലും അസുഖം ഉണ്ട് എന്നുള്ളത്. എന്തെങ്കിലും തരത്തിലുള്ള രോഗം നമുക്കുണ്ട്, നമ്മളെ നാവിന്, നമ്മളെ കണ്ണിന്, നമ്മളെ കാതിന്, നമ്മളെ കൈക്ക്, നമ്മളെ വയറിന് അല്ലേ, പിന്നെ അങ്ങനെ ഓരോന്നും നോക്കിയാൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ എവിടേക്കോ ഉണ്ട്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ ആ രോഗം തിരിച്ചറിഞ്ഞിട്ട് ഇപ്പം നമ്മൾ ബോഡി ചെക്കപ്പ് ചെയ്തിട്ട് നമുക്ക് എന്തെങ്കിലും രോഗം ഉണ്ടെന്ന് അറിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ഇപ്പോൾ ഒരാൾ പിന്നെ ചെക്ക് ചെയ്ത് പ്രഷർ ഉണ്ട് അല്ലേ, അപ്പം പ്രഷർ ഉണ്ടെങ്കിൽ എന്താക്കും? പ്രഷർ കുറയ്ക്കണമെങ്കിൽ ഉപ്പ് കുറയ്ക്കും അല്ലേ. പ്രഷർ ആൾക്കാർ ഉപ്പ് ഇടാതെ ഭക്ഷണം കഴിക്കാൻ പറയും ഡോക്ടർ. പിന്നെ പ്രഷർ നല്ലപോലെ ഹൈ ആണെങ്കിൽ ടാബ്ലറ്റ് കഴിക്കാൻ പറയും അല്ലേ. അപ്പം നമ്മൾ ഹോസ്പിറ്റലൊന്ന് ശ്രദ്ധിക്കും. ഷുഗർ ആണെങ്കിലോ അപ്പം മധുരം കൺട്രോൾ ചെയ്യും അല്ലേ. ഇനി കൊളസ്ട്രോൾ ആണെങ്കിൽ, ഇനി ഫാറ്റി ലിവർ ആണെങ്കിൽ, അങ്ങനെ ഓരോ രോഗമാണെങ്കിൽ അതിനനുസരിച്ച് നമ്മുടെ ശരീരത്തിന്റെ നമ്മൾ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ, ഉറക്കിന്റെ കാര്യത്തിൽ, വ്യായാമത്തിന്റെ വിഷയത്തിൽ എല്ലാം നമ്മൾ ശ്രദ്ധിക്കും. അപ്പോൾ പിന്നെ നമ്മൾ ഒരു ചെക്കപ്പ് നമ്മളെ ശരീരത്തിനല്ല, നമ്മളെ മനസ്സിനെ അല്ലേ, നമ്മളെ നെഫ്സിനെ, നമ്മളെ കൽബിനെ ഒരു ചെക്കപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞ രീതിയിൽ എന്തെങ്കിലും രോഗം ഉണ്ടെങ്കിൽ ആ രോഗം ഉണ്ട് നമ്മൾ തിരിച്ചറിഞ്ഞാൽ തീർച്ചയായും നമ്മളത് വെറുതെ ഇരിക്കാൻ പാടുണ്ടോ? ഇല്ല അല്ലെ. അതിനെ ഇല്ലാതാക്കാൻ നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. അപ്പം സകലമാന രോഗങ്ങൾക്കും ചികിത്സ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു മാസമാണ് ഒരു മാസത്തെ ഈ ഒരു റമദാൻ എന്ന് പറയുന്നത് അല്ലെ. റമദാനിലെ കാരണം എന്തൊക്കെയോ ഈ ഒരാഴ്ചയിൽ പറഞ്ഞില്ലേ, ദുഖുലൂ ഫിസ്സിൽമി കാഫ വലാ തത്തബിഉ ഖുതുവാതി ശൈത്താൻ ഇന്നഹു ലക്കും അദുവ്വുൻ മുബീൻ അല്ലേ. നിങ്ങൾ ഇസ്ലാമിലേക്ക് പൂർണ്ണമായും പ്രവേശിക്കുക, പിശാചിന്റെ കാലടികളെ നിങ്ങൾ പിന്തുടരരുത്. കാരണം നമ്മൾ പോകുന്ന വഴിയിൽ പിന്നെ പിശാചിന്റെ കാലടികളുണ്ട്. അത് നമ്മൾ പിന്തുടരുമ്പോഴാണ് നമ്മൾ എന്താകുന്നത്? ശരിയായ മാർഗത്തിൽ നിന്ന് മുറ്റിപ്പോകുന്നത്. അപ്പൊ അള്ളാഹ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, അവൻ നിങ്ങളെ പ്രത്യക്ഷമായ ശത്രുവാണ്, അവനെ ശത്രുവായി തന്നെ നമ്മൾ കാണണം, ശത്രുവായി എടുക്കണം, അവനെ നമ്മൾ ഫോളോ ചെയ്യാൻ പാടില്ല. നമ്മൾ ഇപ്പോഴും നമ്മളെ ഹൃദയങ്ങളിൽ പിശാചിന്റെ കാലടികൾ പിന്തുടരുന്ന അവസ്ഥ ഉണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം. അനാവശ്യമായ സംസാരം, നോട്ടം, കേൾവി, അങ്ങനെ എന്തെല്ലാം കാര്യങ്ങളിൽ നമ്മൾ ഇടപെടുന്നോ അവിടെയെല്ലാം ഈ പിശാചിന്റെ കാലടികൾ ഉണ്ടോ എന്ന് നമ്മൾ പരിശോധിച്ചു കൊണ്ടേയിരിക്കണം. നിരന്തരം ഈ ചെക്കപ്പ് ഇടയ്ക്കിടയ്ക്ക് ചെയ്തുകൊണ്ടിരിക്കണം. കാരണം എന്താ അറിയോ, അവന് വെറുതെ ഇരിക്കൂല. നന്മയുടെ വഴിയിൽ നമ്മൾ മുന്നേറുമ്പോൾ നമ്മളെ തെറ്റിക്കാൻ വേണ്ടിയിട്ട് പരിശ്രമിച്ചു കൊണ്ടേയിരിക്കും. പലതും കൊണ്ടുവന്ന് നമ്മുടെ മുന്നിൽ ഇടും. അപ്പൊ അതുകൊണ്ട് അവനെ ശത്രുവായി കാണുക, അവന്റെ പ്രവർത്തനങ്ങളെ നമ്മൾ തിരിച്ചറിയുക, അത് നമ്മൾ ഫോളോ ചെയ്യാതിരിക്കുക.
ഈ കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാം. ഇനി ഈ യാ അയ്യുഹല്ലദീന ആമനൂ ദുഖുലൂ ഫിസ്സിൽമി കാഫ എന്ന് പറഞ്ഞ ആയത്തിന്റെ തൊട്ട് മുമ്പുള്ള ആയത്ത് എന്താണെന്നറിയോ? ഞാൻ 265 ആയത്താണ് പറയാൻ ഉദ്ദേശിച്ചത്. അതിനോടനുബന്ധിച്ച് തന്നെയാണ് ഈ കാര്യങ്ങൾ പറയുന്നത് കേട്ടോ. കാരണം 265 ആയത്തിലേക്ക് നമുക്ക് പോകാം. അതിനു മുമ്പ് രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് പോകാൻ പറ്റില്ല. 207 ആയത്തില് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, വമിനന്നാസ്, ജനങ്ങളിലുണ്ട് ചിലരുണ്ട്. ആരാണ് അവരെന്താണെന്നറിയോ? മൻ യശ്രീ നഫ്സഹു ഇബ്തിഗാഅ മർളാത്തില്ലാഹ്, അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടിയിട്ട് സ്വന്തത്തെ വിൽക്കുന്ന ആൾക്കാരാണ് അവര്. അല്ലാഹു റഊഫും ബിൽ ഇബാദ്, അള്ളാഹു തന്റെ അടിയാന്മാരോട് അങ്ങേയറ്റം അനുകമ്പയുള്ള സ്നേഹനിധിയായ റബ്ബാണ് നമ്മളെ റബ്ബ്, അല്ലെ? അപ്പൊ റബ്ബിന്റെ തൃപ്തിക്ക് വേണ്ടി സ്വന്തത്തെ വിൽക്കാൻ തയ്യാറായ ആളുകൾ ഉണ്ട് എന്ന് പറഞ്ഞതിന് ശേഷമാണ് നിങ്ങൾക്ക് ഇസ്ലാമിലേക്ക് പൂർണ്ണമായും പ്രവേശിക്കാന്ന് പറയുന്നത്, അല്ലെ? ശരിക്കും ഈ അള്ളാഹിന്റെ തൃപ്തിക്ക് വേണ്ടിയിട്ട് സ്വന്തത്തെ വിൽക്കാൻ തയ്യാറായ ചരിത്രങ്ങളില് ചില സഹാബാക്കളുണ്ട്. അതില് സുഹൈബ് റൂമി എന്ന് പറയുന്ന ഒരു സഹാബിയുടെ ചരിത്രവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ ആയത്ത് ഇറങ്ങിയത് എന്ന് പറയപ്പെടുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്, അല്ലെ? ആ ചരിത്രങ്ങളൊക്കെ നമ്മളത് പറഞ്ഞതാണ്, കേട്ടതാണ്, മനസ്സിലാക്കിയതാണ്. അപ്പോ അവരൊക്കെ എന്ന് വെച്ചാല് ദീനിന് വേണ്ടിയിട്ട്, അള്ളാഹ്ക്ക് വേണ്ടിയിട്ട് എല്ലാം, അവരുടെ എല്ലാം ത്യജിക്കാൻ തയ്യാറായ ആൾക്കാരാണ്. ഈ ചരിത്രങ്ങളൊക്കെ നമ്മൾ കേട്ടവരാണ്, ഈ ആയത്തുകളൊക്കെ നമ്മൾ പഠിച്ചവരാണ്. എന്നിട്ട് നമ്മൾ എന്താണ് അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുള്ളത്? നമ്മൾക്ക് എന്തെങ്കിലുമൊക്കെ ത്യജിക്കാൻ നമ്മൾ തയ്യാറായിട്ടുണ്ടോ? നമുക്കെപ്പോഴും നമ്മളോട് തന്നെയാണ് ഇഷ്ടം, അല്ലെ? എപ്പോഴും, അപ്പോഴും, ഇപ്പോഴും, എപ്പോഴും നമുക്ക് ഏറ്റവും ഇഷ്ടം ആരോടാണ്? നമ്മളോട് തന്നെയാണ്, അല്ലെ? നമ്മളെ ഇഷ്ടങ്ങൾക്ക്, നമ്മളെ ആഗ്രഹങ്ങൾക്ക്, നമ്മളെ ഇച്ഛകൾക്ക് തന്നെയാണ് നമ്മൾ എപ്പോഴും മുൻഗണന കൊടുക്കുന്നതും പരിഗണിക്കുന്നതും പ്രാധാന്യം കൊടുക്കുന്നതും ചെയ്യുന്നതും എല്ലാം. സുബ്ഹാനല്ലാഹ്, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പാടില്ല, അല്ലെ? പാടില്ല. സ്വർഗം നമുക്ക് അനന്തരമായി ലഭിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, സ്വർഗത്തിൽ നമുക്കൊരു സ്ഥാനം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നാളെ റബ്ബിന്റെ മുമ്പിൽ തല ഉയർത്തി നിൽക്കണം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എന്താക്കണം? വഅമ്മാ മൻ ഖാഫ മഖാമ റബ്ബിഹി വനഹൻ നഫ്സ അനിൽ ഹവ ഫഇന്നൽ ജന്നത ഹിയൽ മഅവാ. ഖാഫ മഖാമ റബ്ബിഹി, റബ്ബിന്റെ ആ ഒരു സ്ഥാനത്ത് ഭയപ്പെടുകയും, വനഹൻ നഫ്സ അനിൽ ഹവ, ദേഹേച്ഛകളിൽ നിന്ന് നമ്മൾ നഫ്സിനെ തടയിടണം. അപ്പൊ നമുക്ക് റമളാനില് അതിന് സാധിക്കും. കാരണം ഈ ശത്രുവിനെ അല്ലാഹു തആല എന്താക്കുന്നുണ്ട്? ചങ്ങലകളിൽ ബന്ധിക്കുന്നുണ്ട്, അല്ലെ? സുബ്ഹാനല്ലാഹ്. ഈ റമളാനിന് മുമ്പേ നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ട് വ്യാപൃതരാകണം. റമളാൻ കഴിഞ്ഞാലും നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയുള്ള കാര്യങ്ങളിൽ നമുക്ക് വ്യാപൃതരാകാൻ കഴിയണം. ആ ശത്രുവിനെ അള്ളാഹു ചങ്ങലക്കിട്ടിട്ടുണ്ടെങ്കിൽ അത് കഴിഞ്ഞാൽ, അല്ലെ, അടുത്ത റമളാൻ വരെ നമ്മൾ അവനെ എന്താക്കണം? ചങ്ങലയിൽ ബന്ധിക്കാൻ കഴിയണം. നമ്മളെ നഫ്സിനെ നമുക്ക് അവനിൽ നിന്നും മാറ്റി നിർത്താൻ കഴിയണം. സുബ്ഹാനല്ലാഹ്, അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോ നമുക്ക് 265 ആയത്തിലേക്ക് വരാം. 265 ആയത്തില് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു ഉപമ പറയുന്നതാണ്. എന്താണ് ആ ഉപമ? أعوذ بالله من الشيطان الرجيم. ومثل الذين ينفقون أموالهم ابتغاء مرضات الله وتثبيتا من أنفسهم كمثل جنة بربوة أصابها وابل فآتت أكلها ضعفين فإن لم يصبها وابل فطل والله بما تعملون بصير. എന്താണ്? വമസലുല്ലദീന യുൻഫിഖൂന അംവാലഹും, അള്ളാഹുവിന്റെ മാർഗത്തിൽ മസലുല്ലദീന യുൻഫിഖൂന തങ്ങളുടെ ധനം ചെലവഴിക്കുന്ന ആളുകളുടെ ഉപമ. അംവാലഹും
ഇബ്തിഗാഅ മർളാത്തില്ല, അള്ളാഹുവിന്റെ തൃപ്തി ആഗ്രഹിച്ചുകൊണ്ട്, അള്ളാഹുവിന്റെ തൃപ്തി ആഗ്രഹിച്ചുകൊണ്ട് തന്റെ ധനം പിന്നെ ചെലവഴിക്കുന്നവരുടെ ഉപമിക്കാവുന്നത് അള്ളാഹു തൃപ്തി മാത്രമല്ല തസ്ബീതം മിൻ അൻഫുസിഹിം, തസ്ബീതം മിൻ അൻഫുസിഹിം. എന്താണ് തസ്ബീത്ത് എന്ന് വെച്ചാൽ ദൃഢപ്പെടുത്തല്. എന്താണ് മനസ്സ് അല്ലെ, തങ്ങളുടെ മനസ്സിൽ നിന്നുള്ള ആ ഒരു ദൃഢപ്പെടുത്തലും ആയിക്കൊണ്ടും അള്ളാഹിന്റെ മാർഗത്തിൽ അള്ളാഹിന്റെ തൃപ്തി ആഗ്രഹിച്ചുകൊണ്ട് ധനം ചെലവഴിക്കുന്നവരുടെ ഉപമ മസലി ജന്നത്തിൻ റബുവ അല്ലെ, ഒരു ഉയർന്ന മേട് പ്രദേശത്ത് ഉയർന്ന പ്രദേശത്തുള്ള ഒരു തോട്ടം പോലെയാണെന്ന് പറഞ്ഞു അല്ലെ. അസ്വാബഹ വാബിലും കുലഹ ദഫൈൻ, അതിനൊരു കനത്ത മഴ ലഭിച്ചാൽ അതിന്റെ ഫലം അത് രണ്ടിരട്ടിയായി നൽകും. ഇനി ഫഇല്ലം യുസ്ബിഹ വാബിൽ, ഇനി ഒരു കനത്ത മഴയൊന്നും ലഭിച്ചില്ല, ഫത്വൽ അല്ലെ, ഒരു ചാറൽ മഴ, ഒരു നേരിയ ചാറ്റ് മഴയാണ് ലഭിച്ചതെങ്കിലോ എന്നാലും പിന്നെ എന്താണ് അത് പിന്നെ ഫലം നൽകും. വല്ലാഹു ബിമാ തഅമലൂന ബസീർ, അല്ലാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ പറ്റി നന്നായി കണ്ടറിയുന്നവനാണ്. പിന്നെ അപ്പം ഈ ഒരു ഉപമയെ കുറിച്ച് പറയാം. ഈ ഒരു ഉപമ നിങ്ങളൊരു വളരെ വിശദമായിട്ട് നിങ്ങൾ കേട്ടതാണ്, എന്നാലും പിന്നെ എനിക്ക് ഇതൊന്ന് പറയണം തോന്നി. എന്താന്ന് വെച്ചാല് ഇപ്പം റമദാനൊക്കെ വരികയല്ലേ, ഇപ്പൊ നമ്മള് ചെലവഴിക്കുന്ന വിഷയത്തിലൊക്കെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കേൾക്കുന്നവരാണ്, അറിയുന്നവരാണ്, മനസ്സിലാക്കുന്നവരാണ്. എന്നിരുന്നാലും നമ്മൾ ഇതിൽ ചിന്തിക്കാൻ ഒരുപാടുണ്ട്, നമുക്ക് തദബ്ബുർ ചെയ്യാൻ അല്ലെ, ഉറ്റാലോചിക്കുന്നവർക്ക് ഒരുപാട് പിന്നെ പറയുന്നുണ്ടല്ലോ അല്ലെ, അതിലൊരുപാട് ഗുണപാഠങ്ങൾ ഉണ്ടെന്ന് പറയുന്നുണ്ടല്ലോ. നമുക്ക് ഈ ഒരു വചനം നമുക്കൊന്ന് വെറുതെ ഒന്ന് ചിന്തിക്കാം അല്ലെ. ഇപ്പൊ ഇവിടെ അള്ളാഹുവിന്റെ തൃപ്തി ആഗ്രഹിച്ച് അല്ലെ, നമ്മളെ മനസ്സിൽ വിശ്വാസം ഉറപ്പിച്ച് ധനം ചെലവഴിക്കുന്ന ആ ആൾക്കാരുടെ ഉപമയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അപ്പം ഇവിടെ പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല ശരിക്കും ഒന്നാമത്തെ ആ ഒരു ഇതെന്താണെന്നറിയോ, ലക്ഷ്യം എന്ന് പറയുന്നത് വെച്ചാല് പിന്നെ ഇഖ്ലാസാണ് അല്ലെ. ഇബ്തിഗാഅ മർളാത്തില്ല, അള്ളാന്റെ തൃപ്തി ആഗ്രഹിച്ച് ചെയ്യുക എന്നുള്ളത്. അപ്പം ഇഖ്ലാസ് ഏത് കർമ്മങ്ങളും, അത് ചെലവഴിക്കുന്ന വിഷയം മാത്രമല്ല, എന്തൊരു കർമ്മത്തിന്റെയും അതിന്റെ ഏറ്റവും മർമ്മപ്രധാനമായ കാര്യം എന്ന് പറയുന്നത് തന്നെ എന്താണ്, ഇഖ്ലാസ് ഉണ്ടാവാന്നുള്ളതാണ് അല്ലെ. കാരണം ഇഖ്ലാസോടുകൂടി അല്ലാതെ ഒരു കർമ്മവും അള്ളാഹുവിങ്കിൽ എന്താവൂല, സ്വീകരിക്കപ്പെടൂല എന്ന് പറയുന്നുണ്ട് അല്ലെ. ഇഖ്ലാസ് നിയത്ത്, നല്ല നിയത്തോടെ നല്ല ആത്മാർത്ഥതയോടെ മനസ്സിൽ തട്ടി നിഷ്കളങ്കമായ ഹൃദയത്തോടെ ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ് അള്ളാഹുവിങ്കിൽ എന്താവുള്ളൂ, സ്വീകരിക്കുകയുള്ളൂ. അപ്പം പിന്നെ നമ്മള് ആ ഒരു ഇബ്തിഗാഅ മർളാത്തില്ലാഹിൽപ്പെട്ട ആളുകളാണോ നമ്മൾ ചെലവഴിക്കുന്ന വിഷയത്തിൽ നമ്മൾ അങ്ങനെയുള്ളവരാണോ എന്ന് നമ്മളെ തന്നെ നമുക്കൊന്ന് പരിശോധിക്കാം. ഇപ്പൊ ചെലവഴിക്കുന്നത് പറയുമ്പോൾ നമ്മൾ വിചാരിക്കേണ്ട വെറും സമ്പത്ത് മാത്രമാണ്, സമ്പത്ത് മാത്രമല്ല നമ്മൾ ചെലവഴിക്കുന്നത് അല്ലെ. വമിമ്മാ റസഖ്നാഹും യൻഫിഖൂൻ, അവർക്ക് നൽകിയതിൽ നിന്നും അവർ ചെലവഴിക്കുന്നവരാണ്. അപ്പം ധനം മാത്രമല്ല, നമ്മുടെ സമയം അല്ലെ, നമ്മുടെ വാക്ക്, നമ്മുടെ ആരോഗ്യം, എങ്ങനെ നമ്മളതായിട്ട് നമുക്ക് കൊടുക്കാൻ, മറ്റുള്ളവർക്ക് വേണ്ടി കൊടുക്കാൻ കഴിയുന്ന പല കാര്യങ്ങളുണ്ട് അല്ലെ. ഇപ്പൊ നമ്മളെ വീട്ടിലാണെങ്കിൽ നമ്മുടെ അധ്വാനം, നമ്മളെ കൂടെയുള്ളവർക്ക് വേണ്ടി നമ്മൾ കൊടുക്കുന്ന സമയം, അങ്ങനെ 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 എല്ലാ കാര്യങ്ങളും എല്ലാം മനസ്സിലേക്ക് എത്തിക്കണം. ഈ ചെലവഴിക്കുന്നത് എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ പാവങ്ങൾക്ക് ദാനം കൊടുക്കുന്നത് മാത്രമാണ് ഈ ചെലവഴിക്കുന്ന വിഷയം നമ്മൾ പറയുമ്പോൾ. അങ്ങനെയല്ല, നമ്മൾ ചെലവഴിക്കുന്നതായ എല്ലാ കാര്യങ്ങളും അവിടെ എല്ലാം വേണ്ടത് എന്താണ്, അള്ളാഹുവിന്റെ തൃപ്തി അല്ലെ. അപ്പം ആ ഒരു ഈമാന്, ആ തസ്ബീതം മിൻ അൻഫുസിഹിം പറഞ്ഞല്ലോ അല്ലെ, ആ ഒരു അടിയുറച്ച ഒരു ഈമാൻ, അങ്ങനെയുള്ള ആളുകള് അവർ ഈ ധനം ചെലവഴിക്കുമ്പോൾ അവർക്ക് ഒരേ ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ. എന്താണ്, ധനം എന്നല്ല, അള്ളാന്റെ മാർഗത്തിൽ ചെലവഴിക്കുമ്പോൾ അത് അള്ളാഹുവിന്റെ തൃപ്തി അല്ലെ, അല്ലാതെ അവിടെ വേറെ ഒന്നുമില്ല.
എല്ലാവരും എന്നെക്കുറിച്ച് നല്ലത് പറയണം, അല്ലേ? ആളുകളെ മുമ്പിൽ ഞാൻ നല്ലവനാകണം, പിന്നെ നല്ല പേരുണ്ടാകണം, പിന്നെ വാട്സപ്പിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലാകും, ഫോട്ടോ വരും, അങ്ങനെയുള്ള യാതൊരു ലക്ഷ്യവും അവർക്ക് ഉണ്ടാവില്ല, അല്ലേ? ആരും അറിയണ്ടെന്ന് ഉണ്ടാവുള്ളൂ. ആരും താൻ കൊടുത്തത് ആരും അറിയണ്ട എന്നുള്ള ഒരാഗ്രഹം മാത്രമേ, അള്ളാഹുവിന്റെ തൃപ്തി മാത്രം ആഗ്രഹിച്ച് ചെയ്യുന്നവർക്ക് ഉണ്ടാവുള്ളൂ. ഇപ്പം നമ്മളെ ഗ്രൂപ്പ് വഴി ചെയ്യുന്നതൊക്കെ നിങ്ങളുടെ മുമ്പിൽ പരസ്യമായിട്ട് ചെയ്യുന്നത്, നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ അത് ഒരു വ്യക്തി ചെയ്യുന്നതല്ല, അല്ലേ? അത് ഗ്രൂപ്പായിട്ട് ചെയ്യുന്നതാണ്. അത് ആരാണ് അതിൽ പൈസ ചെലവാക്കിയിട്ടുള്ളത് എന്നൊന്നും ആർക്കും അറിയൂല. അത് കുറെ ആളുകൾ കൂടി ചേർന്ന് ചെയ്യുന്ന ഒരു സംരംഭം, അല്ലെ? സുബ്ഹാനല്ലാഹ്. ഇതും ഒരു വലിയൊരു തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പിന്നെ ഗ്രൂപ്പിലൂടെ നിങ്ങൾ ചെയ്യുന്ന ദാനധർമ്മങ്ങൾ, അല്ലെ? നിങ്ങൾ അക്കൗണ്ടിലേക്ക് ഇടുന്നു. സത്യം പറഞ്ഞാൽ എനിക്ക് ചില വിഷയങ്ങളിൽ ഞാൻ സ്ക്രീൻഷോട്ട് അയക്കാൻ പറയുമ്പോൾ അതുപോലും ഞാൻ അങ്ങനെ വലിയ കാര്യമായിട്ട് അങ്ങനെ നോട്ട് ചെയ്യില്ല. ആ എമൗണ്ടിന്റെ ഒരു കൃത്യത കിട്ടാൻ വേണ്ടി മാത്രമേ ചില സമയത്ത് സ്ക്രീൻഷോട്ട് ആവശ്യപ്പെടാറുള്ളത്. അങ്ങനെയൊന്നും അല്ലാതെ നിങ്ങൾ സദ്ക്കാ ഗ്രൂപ്പിലേക്ക് അയക്കുന്ന പൈസ അത് ആരെത്ര അയച്ചെന്നൊന്നും ഞാൻ നോക്കാറേയില്ല. ആ കിട്ടുന്ന എമൗണ്ടുകൾ കൃത്യമായിട്ട് അവകാശികളിലേക്ക് എത്തുകയും, അല്ലേ? ഇപ്പം കൊടുക്കുന്ന നിങ്ങൾക്കറിയില്ല ഇതാർക്കാ കൊടുക്കുന്നത്, വാങ്ങുന്ന അവർക്കും അറിയില്ല ഇതാരാ തരുന്നത്. സുബ്ഹാനല്ലാഹ്. അതിൽ എന്തൊരു സുന്ദരമായ ദാനധർമ്മം അല്ലാഹു സ്വീകരിക്കട്ടെ, കബൂൽ ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ ഒരിക്കലും ഈ ചെയ്യുന്ന കാര്യങ്ങൾ, അല്ലെ, ആരുടെ ഒന്നും കിട്ടാൻ വേണ്ടിയിട്ടില്ല. ഇപ്പൊ ഭർത്താവിന് നമ്മൾ എന്തെങ്കിലും ചെയ്തു കൊടുക്കുമ്പോൾ അവരുടെ അടുത്ത് നല്ല വാക്ക് പ്രതീക്ഷിച്ച് അവർ നമ്മളെ അല്ലെ, അവർ തിരിച്ച് നമുക്ക് പിന്നെ പ്രത്യുപകാരം ചെയ്യണം എന്നുള്ള ആഗ്രഹത്തോടെ ഒന്നുമല്ല, അല്ലെ? നമ്മളെ മക്കൾക്ക് വേണ്ടി നമ്മൾ ചെയ്യുമ്പോൾ, ഇപ്പം ചെയ്യുന്ന കൊടുക്കുമ്പോൾ ഭാവിയിൽ മക്കൾ വലുതായി കഴിഞ്ഞാൽ അവരെ കൊണ്ട് നമുക്ക് ഉപകാരം കിട്ടണം എന്ന ലക്ഷ്യത്തോടെ അങ്ങനെയല്ല നമ്മൾ ചെലവാക്കേണ്ടത്, അല്ലേ? ഒരു നന്ദി വാക്ക് പോലും നമ്മൾ പ്രതീക്ഷിക്കാൻ പാടില്ല. ഒരു പുഞ്ചിരി പോലും നമ്മൾ പ്രതീക്ഷിക്കാൻ പാടില്ല എന്ന് പറയും. ഒരാൾക്ക് നമ്മൾ എന്തെങ്കിലും ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ അവരിൽ നിന്ന് ഒരു നല്ല വാക്ക് അല്ലെങ്കിൽ നല്ലൊരു പുഞ്ചിരി, അങ്ങനെയുള്ള യാതൊന്നും നമ്മൾ ആഗ്രഹിക്കാനോ പ്രതീക്ഷിക്കാനോ പാടില്ല. അപ്പോ നമ്മളെ ഹൃദയം, അല്ലേ? അപ്പോ നമ്മളെ ഹൃദയത്തില് ഈ മറന്നില്ല. അങ്ങനെ നമ്മൾ ചെയ്യുമ്പോഴാണ് ഈ ഒരു ഉപമ അവിടെ പെർഫെക്റ്റ് ആകുന്നത്, അവിടെ യോജിക്കുന്നത്. ആ രീതിയിലാകുന്നുണ്ടോ? അല്ലേ? നമ്മള് ഞാൻ ഈ ഒരു പിന്നെ ക്ലാസ്സിന്റെ ലിങ്ക് ഇട്ടതിന് ശേഷം ഇട്ട ഒരു പോസ്റ്റുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും വിചാരിക്കുന്നു. എന്താ, നമ്മളെ ഹൃദയം എത്രത്തോളം പരിശുദ്ധമാകുന്നു അത്രയും നമ്മളെ കർമ്മങ്ങൾക്ക് തുലാസിൽ ഖനം തൂങ്ങുന്നു പറഞ്ഞു, അല്ലേ? തുലാസിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നന്മകൾ തൂക്കുന്ന സമയത്ത് അതിന്റെ ഖനം, അല്ലേ, വെയിറ്റ് നിർണ്ണയിക്കുന്നത് നമ്മളെ ഹൃദയത്തിന്റെ ശുദ്ധി അനുസരിച്ചിട്ടാണെന്ന് പറയുന്നത്. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. അപ്പം നമ്മൾ എത്രത്തോളം പരിശുദ്ധമായ ഹൃദയത്തോടെയാണ് ഓരോ കർമ്മങ്ങളും ചെയ്തിട്ടുള്ളത് എന്ന് നമ്മളോട് തന്നെ ചോദിക്കാം. നമ്മളെ ഹൃദയത്തിൽ എന്തെങ്കിലും കലർപ്പ് വരുന്നുണ്ടോ? ഏതെങ്കിലും തരത്തിൽ, അല്ലേ, ഏതെങ്കിലും തരത്തിൽ മിക്സിങ് വരുന്നുണ്ടോ? പാടില്ല, 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 പാടില്ല. അവിടെ നമ്മളെ മനസ്സ് ഈമാൻ കൊണ്ട് സ്ഥിരപ്പെടണം എന്നാണ് പറയുന്നത്, അല്ലെ? തസ്ബീത്ത്, അല്ലെ? ശരിക്കും ഇപ്പൊ നമ്മളെ മുമ്പിൽ ഒരു ആവശ്യക്കാരൻ വന്നു, ആ ആവശ്യക്കാരന് നമ്മൾ ദാനം ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൽ നീയത്ത് എന്താ? ജസ്റ്റ് ഇതില് പിന്നെ ഞാനൊന്ന് ജസ്റ്റ് 2 മിനിറ്റ് അന്വേഷിക്കാം. എല്ലാവരും കൂടി വാരിക്കോരി പറയാൻ പാടില്ല. പിന്നെ സലാം പറഞ്ഞിട്ട് ഒന്നോ രണ്ടോ ആൾക്കാർക്ക് പറയാനുള്ള ഒരു അവസരം തരാം. അതായത് അല്ലെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്താൽ അവർക്ക് കൊടുക്കാം, അല്ലെ, അവസരം. പിന്നെ അതായത് ഇപ്പം നമ്മളെ മുമ്പിൽ ഒരു പ്രയാസപ്പെടുന്ന ഒരാളുടെ ആവശ്യം നമ്മളെ മുമ്പിൽ വന്നിട്ട് ഒരാൾ പറയുന്നു. അന്നേരം നമ്മൾ പൈസ കൊടുക്കുന്നു, അല്ലേ? അപ്പോൾ നമ്മളെ മനസ്സിൽ എന്താണ് അവിടെയുള്ള നിയത്ത്? ഫസ്തീന ബാനു നമ്മൾ അന്മ്യൂട്ടാക്കാം. പറഞ്ഞു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മളെ മുൻപിലേക്ക് ഒരാളൊരു ആവശ്യം കൊണ്ട് വരികയാണെങ്കിൽ നമ്മുടെ ഏറ്റവും വലിയ നിയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുത്ത് നിന്ന് പ്രതിഫലം കിട്ടണം എന്നുള്ളത് തന്നെ. പിന്നെ ഈ ഒരു പ്രയാസം കൊണ്ട് നമ്മളെ ഒരു സ്വതക്ക കൊണ്ട് നമ്മളെ ഒരു ചെറിയൊരു
ഇപ്പൊ ചിലപ്പോൾ നമുക്ക് സ്വതക്ക കൊടുക്കാൻ നമ്മുടെ കയ്യിൽ ഉണ്ടാവില്ല, എന്നാലും നല്ലൊരു വാക്ക് കൊണ്ട് ഒരുപക്ഷെ അയാൾക്ക് മനസ്സിന് ഭയങ്കര സമാധാനം കിട്ടിയിട്ടുണ്ടെങ്കിൽ അവര് നമ്മളറിയാതെ ചിലപ്പം നമുക്ക് വേണ്ടിയിട്ടൊരു ദുആ ചെയ്യും. അതുവഴി നമുക്ക് വരാനിരിക്കുന്ന പരീക്ഷണങ്ങൾ അള്ളാഹു നീക്കം ചെയ്യും. അതുപോലെ തന്നെ നാളെ നമ്മൾ ഒരാൾക്ക് വേണ്ടിയിട്ട് ഒരാളുടെ പ്രശ്നം ദൂരീകരിച്ചു കൊടുത്താൽ, അയാളുടെ പ്രയാസം നീക്കി കൊടുത്താൽ, നാളെ മഹ്ശറിൽ, നാളെ പരലോകത്ത് അള്ളാഹു നമ്മളെ പ്രയാസം നീക്കി തരും. ഒരുപാട് കാര്യങ്ങൾ അറിയുന്ന ആളുകളാണല്ലോ. ഇപ്പൊ ഒരാളെ സഹായിക്കാനുള്ള അവസരങ്ങൾ തേടി നടക്കല്ലേ നമ്മള്. അൽഹംദുലില്ലാഹ്. ഹസ്തി, മാഷാ അല്ലാ, ബാറക്കല്ലാ. ആ ആ ഞാനൊരു ചെറിയ കാര്യം ആ ഇന്നലെ റഷീദത്ത് പറ, എനിക്കുണ്ടായ റഷീദത്ത് പറ. എനിക്ക് ആ ഇന്നലെ ഉണ്ടായ ഒരു ചെറിയ അനുഭവമാണ്. ഇപ്പോഴൊക്കെ വലിയ വലിയ അസുഖങ്ങളല്ലേ, അതുകൊണ്ട് നമുക്ക് എന്തുകൊണ്ട് ഇൻഷുറൻസ് എടുത്തുകൂടാന്നാണ് അവരുടെ ചോദ്യം. അപ്പോ ഞാൻ തിരിച്ച് എനിക്ക് തോന്നിയ എന്റെ അറിവിലുള്ള ഒരു കാര്യം, അതില് ഈ നമ്മൾക്ക് റബ്ബിനോട് ഒരു തവക്കുലില്ലാതെ പോവില്ലേ അങ്ങനെയാവുമ്പോ? ഒന്ന്. രണ്ട്, മറ്റേ അതെ ശബ്ബത്തുകാര് ചെയ്ത അതേ കാര്യമല്ലേ നമ്മൾ ചെയ്യുന്നതും? പിന്നെ റബ്ബ് ഇതിനൊരു പ്രതിവിധി പറഞ്ഞിട്ടുണ്ട്. എന്താണ്? നിങ്ങള് ദാനം, ധർമ്മം, എന്താ പറയാ, ധനത്തെ കുറയ്ക്കില്ല അല്ലെ? ധർമ്മം കൊടുക്കുന്നത് അതെ. കൊണ്ട് പിന്നെ നിങ്ങളുടെ ധനം അതെ കുറയുന്നതല്ല. അതേപോലെ നിങ്ങളെ കുറയൂല. അപകടങ്ങളിൽ നിന്നൊക്കെ കാത്തു രക്ഷിക്കും. ഇത് തീർച്ചയായും തീർച്ചയായും. അതെ. അപ്പൊ മാഷാ അല്ലാ, ഇതുപോലെ റബ്ബ് ബാറക്കല്ലാ. ഓരോ ഇൻഷുറൻസ് ഇങ്ങനെ തന്നെ നമ്മൾ ഈ ദുനിയാവിന്റെ ഇൻഷുറൻസിലേക്ക് പോയാലോ? അതെ എന്നിട്ട് അവർക്ക് സമാധാനം ആയില്ല. ഞാൻ വേണമെങ്കിൽ ഹസിയോട് ചോദിക്കൂ പറഞ്ഞിട്ട് നമ്പർ കൊടുത്തു. സാധാരണ ഇങ്ങനെയുള്ള എന്തെങ്കിലും ക്വസ്റ്റ്യൻ ആയിട്ട് വന്നാൽ ഞാൻ വോയിസ് ക്ലിപ്പ് വാങ്ങിയിട്ട് ഹസിയോട് വരാറുണ്ട്. പക്ഷെ ഇതെനിക്ക് എന്തോ വലിയ ഐഡിയ തോന്നിയില്ല. ഹസിയെ വെറുതെ ശല്യം ചെയ്യണ്ട വിചാരിച്ചു. അങ്ങനെ അതന്നെ, അത് അതെ. ചിന്തിച്ച് മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ആർക്കെങ്കിലും എന്തെങ്കിലും അപ്പൊ അഭിപ്രായം ആ ഉണ്ടെങ്കിൽ പറയണം. അല്ല വേണ്ടല്ലോ. ഞാനിപ്പോ പറയാം. പിന്നെ അതായത് പിന്നെ ഇപ്പൊ നമ്മൾ പറഞ്ഞു വന്ന കാര്യം എന്ന് വെച്ചാല്, പിന്നെ എന്താ പറയാ, ഈ ഒരു ദാനത്തിന്റെ വിഷയമല്ല പറഞ്ഞത്. ഇപ്പൊ നമ്മളെ മുമ്പിൽ ഇപ്പം മോസി പറഞ്ഞത് മാഷാ അല്ലാ, മോസി അത്യാവശ്യം നന്നായിട്ട് പിന്നെ എന്താ പറയാ, നന്നായിട്ട് തന്നെ പറഞ്ഞു ആ കാര്യങ്ങള്. ഇപ്പൊ നമ്മളെ മുമ്പിൽ ഒരാള് പ്രയാസമായിട്ട് വന്നു കഴിഞ്ഞാല് നമ്മൾ കൊടുക്കുമ്പോൾ നമ്മളെ മനസ്സിൽ എന്താ നിയത്തെന്ന് വെച്ചാൽ അവരെ പട്ടിണി മാറണം, അല്ലെ അവരെ പ്രയാസം മാറണം, അവർക്ക് ആ പ്രയാസം നീങ്ങണം എന്നുള്ള ഉദ്ദേശത്തോടെയല്ലേ നമ്മൾ കൊടുക്കുക. പൊതുവേ അങ്ങനെയല്ലേ. നോർമലി ഒരാള് പിന്നെ വിഷമിക്കുന്ന ഒരാൾ നമ്മളെ മുമ്പിൽ വന്നിട്ട് കൈ നീട്ടുമ്പോൾ നമ്മൾ കൊടുക്കുമ്പോൾ നമ്മളെ മനസ്സിലുണ്ട് അവരെ വിഷമം മാറണം. ശരി തന്നെ, അവരുടെ വിഷമം മാറണം. പക്ഷെ നമ്മൾ കൊടുത്തെന്ന് വിചാരിച്ചിട്ട് അവരുടെ വിഷമം മാറണം എന്നില്ല അല്ലെ. ശരിക്കും നമുക്കൊരിക്കലും, നമ്മൾ സൃഷ്ടികളാണ്, നമ്മൾ കേവലം വളരെ എന്താ പറയുക, അള്ളാഹുവിന്റെ ഒരു പിന്നെ കേവലം ഒരു സൃഷ്ടികൾ മാത്രമാണ് അല്ലെ. നമുക്കൊരിക്കലും നമ്മളെ മുമ്പിൽ വരുന്ന ഒരു ആവശ്യക്കാരന്റെ ഒരാവശ്യം തീർത്തു കൊടുക്കാനോ, അവരെ പട്ടിണി മാറ്റാനോ, അവരെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കൊടുക്കാനോ നമുക്ക് ഒരിക്കലും സാധിക്കില്ല അല്ലെ. അപ്പം ശരിക്കും നമ്മൾ ദാനം ചെയ്യേണ്ടത് അവരെ പട്ടിണി മാറ്റാൻ വേണ്ടിയിട്ടോ അവരെ പ്രയാസം നീങ്ങാൻ വേണ്ടിയിട്ടോ അല്ല എന്നാ പറയുന്നത്. അങ്ങനെയല്ല നമ്മളെ നിയത്ത് ഉണ്ടാവേണ്ടത്. നമ്മളെ ഈമാൻ വർദ്ധിക്കാൻ, നമ്മൾ അള്ളാഹു തൃപ്തിപ്പെടണം. അള്ളാഹു തൃപ്തിപ്പെട്ടിട്ട് അള്ളാഹുവിന്റെ തൃപ്തിയിലായിക്കൊണ്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് ാണ് നമ്മളെ വിശ്വാസം ദൃഢമാകുന്നത് പറയുന്നത്. നമ്മള് ശരിക്കും അങ്ങനെ ആകുമ്പോഴാണ് നമ്മള് ആ ഒരു ശരിക്കുള്ള ആ ഒരു ഈമാനിലേക്ക് നമ്മൾ എത്താന്ന് പറയുന്നത്. നമ്മള് ദാനം ചെയ്യുന്നത് പിന്നെ നമ്മളെ ഈമാൻ വർദ്ധിക്കാൻ, അള്ളാഹുവിന്റെ തൃപ്തി മാത്രം ആഗ്രഹിക്കുക, അള്ളാഹു അത് സ്വീകരിക്കണം അല്ലെ. അതല്ലാതെ കൊടുത്തത് കൊണ്ട് അവര് രക്ഷപ്പെടട്ടെ, അവര് പോയി രക്ഷപ്പെടട്ടെ എന്നെല്ലാം വിചാരിക്കും അല്ലെ. ചില ആൾക്കാർ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് തന്നെ കൂടാ, നീ പോയി രക്ഷപ്പെടും എന്നെല്ലാം പറഞ്ഞിട്ട് ആൾക്കാർ കൊടുക്കുന്നുണ്ടാവും അല്ലെ. എന്ത് രക്ഷപ്പെടാനാ? നമുക്ക് കൊടുത്തു ചോദിച്ചാൽ അവർ രക്ഷപ്പെടുമോ? ഒരിക്കലും ഇല്ല അല്ലെ. നമ്മൾ കൊടുക്കുന്നത് അവർക്ക് വേണ്ടിയിട്ടില്ല, നമ്മൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. അങ്ങനെ നമ്മൾ ചിന്തിക്കാം. നമുക്ക് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞാല് നമ്മളെ റബ്ബിന്റെ അടുത്ത് നമ്മൾ ഇത് സ്വീകരിക്കപ്പെടാൻ, അതിലൂടെ റബ്ബിന്റെ തൃപ്തി ലഭിക്കാൻ, നമ്മളെ ഈമാനില്
നമുക്ക് ആ ഒരു യഖീൻ, ഇപ്പൊ ഈ പറഞ്ഞ പോലെ ദാനധർമ്മത്തിലെ ഒരുപാട് ശ്രേഷ്ഠതകൾ പറയുന്നുണ്ട്, അതൊക്കെ നമുക്ക് ലഭിക്കാൻ അല്ലെ. അങ്ങനെ കൂടെ നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, അത്രയേ ഉള്ളൂ. നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനേ കഴിയൂ അല്ലെ. നമ്മളിത് കൊടുത്തത് കൊണ്ട് അവർക്കത് പിന്നെ ആ ഒരു പ്രയാസം നീങ്ങണമെന്നില്ല. പക്ഷെ നമുക്ക് അള്ളാഹിനോട് ദുആ ചെയ്യാം, അള്ളാഹുവേ അവർക്ക് അവരുടെ പ്രയാസം നീക്കി കൊടുക്കണേ, നമുക്ക് എന്താക്കാം അവർക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്യാം. അപ്പം ദാനം അള്ളാഹുവിന്റെ മാർഗത്തിൽ അള്ളാഹിന്റെ തൃപ്തി ആഗ്രഹിച്ച് ചെയ്യുമ്പോൾ അതിലൂടെ നമ്മൾ ശരിക്കും ചെയ്യുന്നത് എന്താണ്, നമ്മളെ ഈമാൻ വർദ്ധിക്കാനുള്ള ഒരു കർമ്മമാണ്. പിന്നെ അത് മാത്രമല്ല, ദാനത്തെ പറഞ്ഞതുപോലെ സമ്പത്ത് നൽകുന്നതിലൂടെ ഒരിക്കലും നമ്മളെ സമ്പത്തിൽ എന്ത് വരൂല, കുറഞ്ഞു പോകൂല, ഒരു കുറവും വരൂല. നമ്മള് കൊടുത്തിട്ട് ഒരാൾക്ക് അത് ഉപകാരപ്പെടുന്നതിലൂടെ നമ്മുടെ സമ്പത്തിനും അള്ളാഹു എന്ത് തരും, വർധനവ് തരും. ഈമാനും വർദ്ധിക്കും, നമ്മളെ സമ്പത്തും വർദ്ധിക്കും. സുബ്ഹാനല്ലാഹ്. അത് മാത്രല്ല നമ്മളെ ഹൃദയത്തിന് ശല്യം ചെയ്യല്ല. ഒരേ ഒരു പോയിന്റും കൂടി പറയട്ടെ. പിന്നെ ചിലർ ഹസീപ്പ പറഞ്ഞ കാര്യം തന്നെ, നമ്മൾ കൊടുത്തത് കൊണ്ട് നമുക്ക് ആവശ്യത്തിന് കിട്ടില്ല. അതിനും അള്ളാഹ് നമുക്ക് ഒരു ഉപമ കാണിച്ചു തന്നിരുന്നു. നമ്മുടെ മോദിന്റെ നോട്ട് നിരോധന സമയത്ത് പൈസക്കാര് എത്ര പൈസ ഉണ്ടായിട്ട് ചികിത്സ കിട്ടാതെ മരിച്ചു പോയത്. ആ പൈസ ഉപകാരപ്പെട്ടില്ല അവർക്ക്. അപ്പൊ ചിലരൊക്കെ എന്താ ഈ ഇൻഷുറൻസിന്റെ കാര്യം തന്നെ ചെയ്തു വെച്ചിട്ട് അവർക്ക് രോഗം വന്നു. അപ്പൊ അള്ളാഹ് വിചാരിച്ചു നിനക്ക് രോഗം വരുത്തണ്ട വിചാരിച്ചാ നീയായിട്ട് മുൻകരുതൽ എടുക്കുമ്പോ പിന്നെ അത് നിനക്ക് വേണ്ടാന്നിട്ട് വേണ്ട എന്ന് വെച്ചാൽ അള്ളാഹ് അവർക്ക് കൊടുത്ത പോലെ തോന്നി. നോക്കുമ്പോ അതിന്റെ പേപ്പേഴ്സ് എന്തോ ശരിയാക്കാണ്ട് അവർക്ക് അത് കിട്ടിയതും. അപ്പോ അള്ളാന്റെ കയ്യിലല്ലേ നമ്മുടെ റിസ്ക്, അള്ളാഹ് എത്തിച്ചു തരും. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോ പിന്നെ ദാനം അള്ളാഹുവിന്റെ തൃപ്തിയിൽ നമ്മൾ ചെയ്യുമ്പോൾ നമ്മളെ ധനത്തിൽ അള്ളാഹ് കുറവ് വരുത്തൂല, ധനവും വർദ്ധിക്കും, നമ്മളെ ഈമാനിന് നമുക്ക് സ്ഥൈര്യം നൽകുന്നു പറയുന്നു. അതാണ് ആ ഒരു ഉറപ്പ്, ഒരു കെട്ടുറപ്പ് അല്ലെ. അള്ളാഹുവിന്റെ ആ ഒരു ഇതില് ഇഹ്സാനോട് കൂടി ജീവിക്കാനുള്ള ഒരു തൗഫീഖ് അല്ലാഹു തആല നമുക്ക് നൽകും. സുബ്ഹാനല്ലാഹ്. പിന്നെ ഇവിടെ പറഞ്ഞ മറ്റൊരു ഉപമയാണെന്ത്, മസലി ജന്നത്തിൻ ബി റബുവ അല്ലെ, ഉയർന്ന പ്രദേശത്തുള്ള തോട്ടം എന്ന് പറഞ്ഞത്. അപ്പം ഈ ഉയരത്തിലുള്ള തോട്ടത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടുത്തെ വായു അല്ലെ, അത് വളരെ ശുദ്ധമായ വായു ആയിരിക്കും. ധാരാളമായിട്ട് സൂര്യപ്രകാശം കിട്ടും അല്ലെ, പിന്നെ കാറ്റുണ്ടാകും അല്ലെ. സ്വാഭാവികമായിട്ട് അവിടെയുള്ള ഉൽപ്പന്നങ്ങൾക്ക് എന്തുണ്ടാകും, നല്ലൊരു വിളവ് ലഭിക്കാൻ സാധ്യതയുണ്ട്. ഇതുപോലെയാണ് അള്ളാഹുവിന്റെ തൃപ്തി ആഗ്രഹിച്ച് ചെയ്യുന്നവന്റെ ഉപമ പറഞ്ഞത്. അതായത് നമ്മള് ഇഖ്ലാസോട് കൂടി നമ്മൾ ചെയ്യുമ്പോൾ നമ്മളെ അമൽ എന്താകും, അള്ളാഹുവിന്റെ അടുക്കൽ ഈ പറഞ്ഞ ഉയരത്തിലുള്ള പോലെയാണ്, ഉയർന്ന പ്രദേശത്തേക്ക് പോകുന്ന പോലെ, ഉയർന്ന പ്രദേശത്തുള്ള ഒരു തോട്ടം പോലെ നമ്മളെ അമലുകൾ അള്ളാഹുവിൽ അത്രയും ഉയർന്നതിലായിരിക്കും. അതുപോലെ അവിടേക്ക് ഈ പറഞ്ഞ എന്താ പറയാ ശുദ്ധമായ വായു, സൂര്യപ്രകാശം, ഇതെല്ലാം പറയുന്ന പോലെ അള്ളാഹുവിന്റെ ആ ഒരു തൃപ്തി എല്ലാ നിലക്കും അല്ലെ, അതിലൂടെ എന്നിട്ട് ആ പ്രതിഫലത്തിനും എന്തുണ്ടാകും, ഭയങ്കരമായ പ്രതിഫലമായിരിക്കും. സുബ്ഹാനല്ലാഹ്. പിന്നെ കനത്ത മഴയാന്ന് ലഭിച്ചതെങ്കിൽ രണ്ടിരട്ടി അല്ലെ, രണ്ടിരട്ടി പ്രതിഫലം ലഭിക്കും എന്ന് പറഞ്ഞു. ഇനി പിന്നെ ഇതില്ലെങ്കിലോ, അതായത് കനത്ത മഴയൊന്നും അല്ല, വെറും ചാറ്റൽ മഴയാണെങ്കിലും അവിടെ ഇഖ്ലാസിനാണ് അവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അല്ലെ. അതായത് നമ്മൾ ചെയ്ത പ്രവൃത്തിയിൽ നമുക്കൊരു വിശ്വാസം ഉണ്ടാവും അല്ലെ, ഞാനിത് ചെയ്തത് എന്റെ റബ്ബിന് വേണ്ടിയിട്ടാണ്, അപ്പൊ അതുകൊണ്ട് തന്നെ അതിലെന്തായാലും എനിക്ക് അതിന്റെ റിസൾട്ട് എനിക്ക് ലഭിക്കുമെന്നുള്ള ആ ഒരു വിശ്വാസം. സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് അല്ലെ. ആ വിശ്വാസത്തിൽ എന്താണ്, ഇരട്ടി ഇരട്ടി ഇരട്ടിയായിട്ട് അല്ലാഹു തആല നമുക്ക് നൽകും. സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അപ്പൊ അതുകൊണ്ട് തന്നെ
നമ്മളെ പ്രവർത്തനം ഇഖ്ലാസോട് കൂടിയുള്ളതാണെങ്കിൽ അതിന്റെ പ്രതിഫലം ഒരിക്കലും കുറഞ്ഞു പോകൂല അല്ലെ. അമൽ എത്ര ചെറുതാണെങ്കിലും, അതാണ് അതിന്റെ ആ രണ്ടാമത്തെ ഉപമയില് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. ഒന്ന്, പിന്നെ നമ്മള് ആ ഒരു ശുഭാപ്തി വിശ്വാസത്തോടെ നല്ലോണം മഴ കിട്ടി, അതിന് ഒരുപാട് കിട്ടും. ഇനി നമ്മളെ പ്രവൃത്തി നല്ല ഇഖ്ലാസോട് കൂടി ഉള്ളതാണെങ്കിൽ അത് എത്ര കുറച്ച് അത് കുറച്ചേ ഉള്ളൂ എന്ന് വിചാരിക്കും നമ്മൾ ചെയ്യുന്നത്. പക്ഷെ അത് എത്ര ചെറുതാണെങ്കിലും അതിന്റെ പ്രതിഫലം അല്ലെ, നിയത്ത് വലുതാണെങ്കിൽ അതിന്റെ പ്രതിഫലം എന്തായിരിക്കും? വലുതായിരിക്കും. സുബ്ഹാനല്ലാഹ്. ഇപ്പൊ നമ്മളെ കയ്യിൽ ചെറിയ പൈസയേ ഉള്ളൂ, എന്നിട്ട് നമ്മൾ അത് ദാനം ചെയ്യുന്നു. അപ്പോ പിന്നെ നമുക്ക് നമ്മളെ നിയത്ത് നല്ലതാണെങ്കിൽ നമുക്ക് അതിന്റെ പ്രതിഫലം ഭയങ്കര എത്രയോ മടങ്ങ് നമുക്ക് ലഭിക്കും. നമുക്ക് അത് കണക്ക് കൂട്ടാൻ പോലും, നമുക്ക് ഒരിക്കലും അത് കണക്കാക്കാൻ പോലും പറ്റില്ല. അത്രയും അല്ലാഹു തആല നൽകുന്ന പറയുന്നത്. സുബ്ഹാനല്ലാഹ്. നമുക്കറിയാലോ ചരിത്രത്തിൽ നിന്ന് ഒരു സഹാബി പിന്നെ തബൂക്ക് യുദ്ധത്തിന്റെ സമയത്ത് ചെലവഴിക്കുമ്പോൾ അദ്ദേഹം 2 ദിർഹമാണ് ദാനം ചെയ്തത്. അല്ല, ഒരു ദിർഹം അദ്ദേഹം 1 ദിർഹം ദാനം ചെയ്തു. കുറേ ആൾക്കാർ കൂമ്പാരക്കണക്കിന് സ്വത്തും സ്വർണവും അതും ഇതും കൊണ്ടുവന്നിട്ട് അല്ലെ. അപ്പോ പിന്നെ 1,00,000 ദിർഹമിനെ മറികടന്നു എന്ന് പറയുന്നുണ്ട്. ഒരു ദിർഹം 1,00,000 ദിർഹമിനെ മറികടന്നു. എങ്ങനെയാണത്? അയാളുടെ അടുത്ത് ആകെ 2 ദിർഹമേ ഉണ്ടായിട്ടുള്ളൂ. അതിൽ നിന്നാണ് അയാൾ 1 ദിർഹം ചെലവഴിച്ചത്. അപ്പൊ അയാളുടെ സമ്പത്തിലെ നേരെ പകുതി ചെലവഴിച്ച പ്രതിഫലം അയാൾക്ക് ലഭിക്കുന്നത് അല്ലേ. സുബ്ഹാനല്ലാഹ്. അപ്പോ നമ്മൾ ചെയ്യുമ്പോ എത്ര കുഞ്ഞു പ്രവൃത്തിയാണെങ്കിലും അല്ലെ, എന്ത് കുഞ്ഞു കാര്യമാണെങ്കിലും അവിടെ ആ ഒരു നിയത്ത് നമ്മൾ കൊണ്ടുവരാൻ ശ്രമിക്കുക, എത്ര ചെറുതാണെങ്കിലും. ഇപ്പം പിന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തായ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ, ഒരുപാട് കാര്യങ്ങൾ. ഒരു മിനിറ്റ്. എത്ര കുഞ്ഞു കാര്യമാണെങ്കിലും പിന്നെ നമ്മള് അത് നല്ല നിയത്തോടു കൂടി ചെയ്യാൻ ശ്രദ്ധിക്കുക അല്ലെ. ഇപ്പം ഒരു വെള്ളം കുടിക്കുന്ന കാര്യത്തില് നമുക്ക് കുറേ സുന്നത്തുകളുണ്ട് അല്ലെ. പക്ഷെ നമ്മൾ അത് കൃത്യമായി ശ്രദ്ധിക്കാറുണ്ടോ? അതായത് ഇപ്പം വെള്ളം ഈ വലത് കൈ കൊണ്ട് കുടിക്കണം, അതൊരു സുന്നത്താണ് അല്ലെ. ഇരുന്ന് കുടിക്കണം, അതൊരു സുന്നത്താണ്. വെള്ളം വായിലേക്ക് ഒഴിച്ചിട്ട് സിപ്പായിട്ട് ഒരു ഇറക്കായിട്ട് കുടിക്കണം എന്ന് പറയുന്നുണ്ട് അല്ലെ. നമ്മൾ എങ്ങനെയാണ് ശരിക്കും വെള്ളം കുടിക്കല്? ഓരോരുത്തരും ഒന്ന് വെറുതെ നിങ്ങൾ വെള്ളം കുടിക്കുമ്പോ ഒന്ന് ചിന്തിച്ചു നോക്കിയാട്ടെ. ആ വെള്ളം കുടിക്കുന്ന കാര്യത്തില് എന്റെ റസൂലിന്റെ സുന്നത്ത് ഞാൻ ഫോളോ ചെയ്യണം, എനിക്ക് ആ ഒരു പ്രതിഫലം ലഭിക്കണം, ഞാൻ ഇത് നഷ്ടപ്പെടുത്തരുത് എന്ന ചിന്തയോടെ, നല്ല ഇഖ്ലാസോടെ, നല്ല നിയത്തോടെ വെള്ളം എത്ര പേര് ദിവസവും വെള്ളം കുടിക്കുന്നുണ്ട്? നമ്മളൊരു ദിവസം എത്ര വെള്ളം കുടിക്കുന്നില്ലേ? നമ്മൾ അലക്ഷ്യമായിട്ട് ഇപ്പൊ ഫ്രിഡ്ജില് ബോട്ടിലൊക്കെ വെള്ളം വെച്ചിട്ട് അതെടുത്ത് കുടിക്കുന്ന ആൾക്കാരാണെങ്കിൽ അവിടെ തന്നെ എടുത്തിട്ട് കുടിച്ചിട്ട് അവിടെ തന്നെ വെക്കൂലേ? ഇതൊന്നും ചെയ്യില്ല അല്ലെ. പൊതുവെ കുടിക്കുന്നെങ്കിലോ ഗുളു എന്ന് പറഞ്ഞാൽ അങ്ങനെ അങ്ങ് മോന്തുന്നുണ്ടാവൂലേ. പശുവിന് മറ്റേ കാടിവെള്ളം കൊടുത്താല് കുടിക്കുന്ന പോലെ അങ്ങനെ ഒരു മഗ്ഗിലാന്ന് വെള്ളം കിട്ടണമെങ്കിൽ നമ്മളെ ഒരു നല്ല ദാഹമുള്ള സമയത്ത് നമ്മൾ വെള്ളം കുടിക്കണമെങ്കിൽ ഒറ്റയടിക്കാൻ കുടിക്കൂലേ? ശരിക്കും അത് പറ്റൂല, ആരോഗ്യത്തിന് തന്നെ അത് മോശമാണ്. നമ്മളെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം നമുക്ക് സുന്നത്താക്കിയിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ശരീരത്തിനും നമ്മളെ മനസ്സിനും എല്ലാത്തിനും നമുക്കത് ഗുണം ചെയ്യുന്ന കാര്യമായിരിക്കും. പക്ഷെ അതിന്റെ റിസൾട്ടൊന്നും നമുക്കറിയില്ല. നേരെ മറിച്ച് നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു അസുഖം വന്നിട്ട് ഡോക്ടറെ അടുത്ത് പോയിട്ട് ഡോക്ടർ പറയുന്നു നിങ്ങൾ വെള്ളം നിന്നിട്ട് കുടിക്കാനേ പാടില്ല, അത് നിങ്ങളെ ആമാശയത്തിന് ഇങ്ങനെ ഒരു രോഗം വരാൻ ഇത് ഇപ്പൊ അല്ലെങ്കിൽ എന്തെങ്കിലും രോഗം വന്ന് അപ്പൊ ഇനി അത് ഇങ്ങനെ ചെയ്യാൻ പറ്റൂല, ഇരുന്നിട്ടേ കുടിക്കാൻ പാടുള്ളൂ, അതുപോലെ ഒറ്റയടിക്ക് വലിച്ച് കുടിക്കാൻ പാടില്ല, കുറച്ചായിട്ട് സിപ്പായിട്ട് വായിൽ കുറച്ചായിട്ട് കുടിക്കണം, ഇങ്ങനെയുള്ള നമ്മളോട് ഒരു ഡോക്ടർ പറഞ്ഞാൽ നമ്മൾ എന്താക്കും? അത് ഓർമ്മിച്ച് ചെയ്യും അല്ലേ. സുബ്ഹാനല്ലാഹ്. ഇതാണ് നമ്മുടെ അവസ്ഥ. ഇപ്പൊ ഞാൻ ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞതാ. അതായത് എത്ര കുഞ്ഞു കാര്യമാണെങ്കിലും അവിടെയെല്ലാം നമ്മളെ നിയത്ത് നന്നാക്കുക, ഇഖ്ലാസ് കൊണ്ടുവരാൻ ശ്രമിക്കുക. അതിലെന്താന്ന് വെച്ചാല് അള്ളാന്റെ ബർക്കത്ത് ഉണ്ടാവും. സുബ്ഹാനല്ലാഹ്.
ഉറപ്പായിട്ടും. കാരണം അത് അള്ളാഹ് നൽകും എന്ന് പറഞ്ഞ കാര്യം അല്ലേ? അത് അള്ളാഹ് നൽകും എന്ന് പറഞ്ഞ കാര്യം. അങ്ങനെയാണ് അള്ളാഹു ഉപമ പറഞ്ഞിട്ടുള്ളത്. അള്ളാഹുവിന്റെ തൃപ്തി മാത്രം ആഗ്രഹിക്കുക. ഉം ഉം അതായത് പിന്നെ നമ്മള് കൊടുക്കുന്നതിന്റെ ക്വാണ്ടിറ്റി അല്ല അള്ളാഹു താല നോക്കാന്, അതിന്റെ ക്വാളിറ്റിയാണ് നോക്കാന്. ക്വാളിറ്റി എവിടെയാണ് ഉണ്ടാവേണ്ടത്? നമ്മുടെ കൽബില് അല്ലേ, നമ്മുടെ ഹൃദയത്തില്. സുബ്ഹാനല്ലാഹ്. അപ്പം ആ നിയ്യത്ത് അല്ലെ, ഇഖ്ലാസ്. പിന്നെ തസ്ബീത്ത്, മനസ്സിന് ഉറപ്പുണ്ടോ? അതായത് നമ്മൾ പൊതുവേ നമുക്ക് വരുന്ന ഒരു പ്രശ്നമാണ് എന്താന്ന് വെച്ചാല്, നമ്മൾ ചെലവഴിച്ച ശേഷം നമ്മളെ മാനസികാവസ്ഥ എന്താന്ന്. ഉം ഉം അതായത് നമ്മൾ ഈ സൂറത്തുൽ ബഖറയിൽ തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ, ഖൗലും മഅറൂഫും മഗ്ഫിറത്തുൻ ഖൈറുൻ എന്താണ് സദഖത്തുൻ യത്ബഉഹ അദാ അല്ലേ? അതുപോലെ യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുബ്തിലൂ സദഖാതികും ബിൽ മന്നി വൽ അദാ. പിന്നെ നിങ്ങൾ നിങ്ങളുടെ ദാനധർമ്മങ്ങൾ പിന്നെ എടുത്തു പറഞ്ഞിട്ടും മറ്റുള്ളവരെ ബുദ്ധിമുട്ടിച്ചിട്ടും നിങ്ങൾ പിന്നെ പാഴാക്കി കളയരുത്. അതുപോലെ പിന്നെ നല്ല കൊടുത്തതിനെ തുടർന്ന് പ്രയാസം ഉണ്ടാക്കുന്നതിനേക്കാളും നല്ലത് പിന്നെ നല്ല വാക്ക് പറയുകയും വിട്ടുവീഴ്ച ഇതാക്കുന്നതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ പിന്നെ നമ്മൾ കൊടുത്തതിന് ശേഷമുള്ള നമ്മുടെ സ്വഭാവം, നമ്മളെ മനസ്സ് എപ്രകാരമാണ്. ചിലപ്പോൾ ഉണ്ടല്ല, നമ്മൾ കൊടുത്ത ആൾക്കാരില്ല, അവരുടെ അടുത്തുനിന്ന് നമുക്ക് ദുരനുഭവം ഉണ്ടാകും. അപ്പോഴും നമുക്ക് ആ ഒരു ഇത് എന്താ പറയാ, വെറുതെ കൊടുത്തു പോയത് എന്നായിട്ട് തോന്നിപ്പോയിട്ടുണ്ടെങ്കിൽ തീർന്ന് കാര്യം. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഒറ്റ മിനിറ്റ്. കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് ഇങ്ങനെ തോന്നിക്കഴിഞ്ഞാല് പിന്നെ പോയില്ലേ. സുബ്ഹാനല്ലാഹ്. ഉണ്ടാകും നമുക്ക് നമ്മളെ നേർക്ക് ഉപദ്രവങ്ങളും പിന്നെ ബുദ്ധിമുട്ടുകളും എല്ലാം ഉണ്ടായേക്കാം. പക്ഷെ അവിടെ ഒന്നും നമുക്കൊന്നും തോന്നാൻ പാടില്ല. കാരണം എന്താ അറിയോ, നമ്മൾ കൊടുത്തത് അവർക്കല്ല നമ്മൾ കൊടുത്തത് അല്ലെ, അവരെ പ്രയാസം മാറാനല്ല നമ്മൾ കൊടുത്തത്. നമ്മൾ എന്തിനാ കൊടുത്തത്? എന്തിനാ നമ്മൾ ചെയ്തു കൊടുത്തത്? നമുക്ക് റബ്ബിന്റെ തൃപ്തി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അത് നമുക്ക് കിട്ടണമെങ്കിൽ അതിനുശേഷം വരുന്ന എന്ത് കാര്യമാണെങ്കിലും അതിലൊന്നും നമുക്ക് എന്ത് തോന്നാൻ പാടില്ല, നമ്മളെ മനസ്സിലൊരു ഒരു എന്താ പറയാ, അനാവശ്യമായ ചിന്തകളോ ഒരു വാക്കോ പ്രവൃത്തിയോ ഒന്നും വരാൻ പാടില്ല. സുബ്ഹാനല്ലാഹ്. സുബ്ഹാനല്ലാഹ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അപ്പം പിന്നെ ദാനം അല്ലെ, ദാനധർമ്മം എന്ന് പറയുന്നത് ഒരു ദരിദ്രനെ സഹായിക്കാൻ വേണ്ടിയുള്ള ഒരു പ്രവർത്തനമല്ല. ദാനം നമ്മുടെ ഈമാനികമായ, നമ്മുടെ ഹൃദയത്തിന് ഈമാനികമായ കെട്ടുറപ്പ് നൽകിക്കൊണ്ട് നമ്മളെ വളർത്തി മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു പ്രവർത്തനമാണ്. അതിലൂടെ നമ്മൾ ഈമാനിൽ നമുക്ക് എന്തുണ്ടാകും? യഖീൻ ഉണ്ടാകും. ആ യഖീൻ നമ്മളെ എങ്ങോട്ടേക്ക് എത്തിക്കും? യഖീൻ നമുക്ക് പരലോകത്തോട് ദുനിയാവിനോടല്ല ആഖിറത്തിനോടുള്ള സ്നേഹം വർദ്ധിക്കും. നമ്മുടെ പിശുക്കിൽ നിന്ന് തടയും. സുബ്ഹാനല്ലാഹ്. അപ്പം ഹൃദയത്തിന് നല്ല സബാത്ത്, പിന്നെ ഈമാനിൽ നമുക്ക് ദൃഢത അല്ലെ, യഖീൻ. പിന്നെ നമ്മൾ ചെലവാക്കുമ്പോ അതില് നമ്മൾ കുറയൂല എന്നുള്ള ഒരു നമുക്ക് ഇനി അഥവാ കുറഞ്ഞാലും നമുക്ക് അതിലൊന്നും ഒരു പ്രയാസം ഉണ്ടാവില്ല. കാരണം നമ്മൾ ദുനിയാവിനോടല്ല നമുക്ക് ഇഷ്ടം ഉണ്ടാകുന്നത് ആഖിറത്തിനോടാണ്. സുബ്ഹാനല്ലാഹ്. സുബ്ഹാനല്ലാഹ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. നമ്മള് ശരിക്കും നമ്മളെ ഹൃദയത്തിൽ നിന്നില്ല, നമ്മളെ നഫ്സിൽ നിന്ന് സമ്പത്തിനോടുള്ള സ്നേഹം നമ്മളെ മനസ്സിൽ നിന്ന് ഇറങ്ങിപ്പോകണം. അപ്പോഴാണ് നമ്മള് അല്ലെ, നമ്മൾ പിശുക്കിൽ നിന്ന് നമുക്ക് മോചനം ലഭിക്കാൻ. നമുക്കെപ്പോഴും
നമ്മൾ ഇന്നലത്തെ ഞാൻ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, അതായത് നമ്മളെ സഹാബാക്കളുടെ ചരിത്രങ്ങൾ ഇങ്ങനെ കേൾക്കുമ്പോൾ അവർ ചെലവഴിച്ച കാര്യങ്ങളെല്ലാം പറയുമ്പോൾ അത് പറയാനും അത് കേൾക്കാനും ആവേശം കൊള്ളാനും നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിന് നമ്മൾ മുൻപന്തിയിലാണ്. എന്നാൽ നമ്മളെ കയ്യിലൊരു പൈസ വരട്ടെ, നമ്മളെ കയ്യിലൊരു ലാഭം വരട്ടെ, നമ്മൾ എന്താക്കും അത്? ചിന്തിച്ചു നോക്കി. പറയുന്നത് ഞാനടക്കം ഞാൻ ചിരിക്കുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഞാൻ എന്തായിരിക്കും എന്ന് എനിക്ക് തന്നെ അറിയില്ല. സുബ്ഹാനല്ലാഹ്, കുറച്ച് പൈസ ഇപ്പൊ എന്റേതായിട്ട് എന്റെ കയ്യിൽ ഒരാൾ കൊണ്ടുതന്നു, ഞാനത് എന്താക്കും എന്ന് എനിക്ക് തന്നെ അറിയില്ല. നമ്മൾ ആദ്യം നമ്മളതായ കുറെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാറ്റി വെക്കും അല്ലെ. എന്നിട്ട് കുറച്ച് പൈസ നമ്മള് ഇപ്പൊ ഖുർആൻ ക്ലാസ്സെല്ലാം എടുക്കുന്നതല്ലേ, പഠിക്കെല്ലാം ചെയ്യുന്നല്ലേ, സമ്പത്തിന്റെ സദഖന്റെ എല്ലാം ആയതെല്ലാം നമ്മൾ കേട്ടതും പഠിച്ചതല്ലേ. അപ്പൊ എന്താക്കുമെന്ന് വെച്ചാല് കുറച്ച് നമ്മൾ ചെലവാക്കും. അതെന്തായാലും കുറച്ച് കൊടുക്കാണ്ടിരിക്കൂല അല്ലെ. അല്ലാതെ നമ്മളിപ്പോ ആ ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുത്ത് 1,00,000 ദീനാർ കൊണ്ട് കൊടുത്തിട്ട് അത് മുഴുവനും സദഖ ചെയ്ത് വൈകുന്നേരം നോമ്പുറക്കുമ്പോ സമയത്ത് ഒരു ഈത്തപ്പഴത്തിന് പോലും ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ ചരിത്രത്തില്. അതുപോലെ നമ്മൾ സ്വന്തം കാര്യം പോലും നോക്കാതെ അങ്ങനെ ചെലവഴിക്കാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ അവരുടെ ഇത് മാനസികാവസ്ഥ ശരിക്കും ഇങ്ങനെ ആയിരിക്കും അല്ലെ. അതായത് അവരുടെ ഹൃദയത്തിൽ നിന്ന് ചിലപ്പോ ആ സമ്പത്തിനോടുള്ള ഇഷ്ടമൊക്കെ അങ്ങ് ഇല്ലാണ്ടായിട്ടുണ്ടാവും. കാരണം അതിനോട് അവർക്ക് സ്നേഹം ഇല്ല. നമ്മൾ അബൂ തൽഹ റളിയല്ലാഹു അൻഹുവിന്റെ എല്ലാം ചരിത്രം നമ്മൾ കേട്ടിട്ടില്ലേ, എന്താണല്ലേ. അവർക്ക് ഇഷ്ടപ്പെട്ട ആ തോട്ടം അള്ളാന്റെ മാർഗത്തിൽ അവർക്ക് ചെലവഴിക്കാൻ ഒരു മടിയും ഉണ്ടായിട്ടില്ല അല്ലെ. ഒരു മടിയും ഉണ്ടായിട്ടില്ല. നമ്മളെല്ലാം ഇന്ന് നമുക്കൊരു തോട്ടം ഉണ്ടെങ്കിൽ അതിൽ നിന്ന് ഒരു സെന്റ് നമ്മൾ കൊടുക്കോ, ഒരു 1/4 സെന്റ് നമ്മൾ വിട്ടു കൊടുക്കോ? അപ്പുറത്തെ ഇപ്പുറത്തെ അളവെടുക്കുമ്പോ കുറച്ച് ഇപ്പുറമായിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താക്കും, കുറച്ച് അപ്പുറമായിട്ടുണ്ടെങ്കിൽ എന്താക്കും, അത് കിട്ടാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കൂലേ അല്ലെ. ദുനിയാവിനോടുള്ള നമ്മളെ സ്നേഹം അത്രയും കൂടുതലാ. സുബ്ഹാനല്ലാഹ്, നമുക്ക് ഇപ്പോഴും നമ്മളെ നഫ്സിന്ന് നമ്മളെ ഹൃദയത്തിന്ന് അതൊന്നും ഇറങ്ങിപ്പോയിട്ടില്ല. ഒരു മിനിറ്റ്. അപ്പോ അത് ഉണ്ടാവണം അല്ലേ. പിന്നെ എന്താണ് നമ്മള് ചെയ്യുന്ന കാര്യങ്ങള് നമ്മൾ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ആകാൻ പാടില്ല. റിയാ അല്ലെ. റിയാ എന്ന് പറയുന്നത് നമ്മളെ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ അവിടെ എന്തുണ്ടാവൂല, ഇഖ്ലാസ് ഉണ്ടാവൂല. രണ്ടും ഒരു പാത്രത്തിൽ വേവൂല എന്നാണ് പറയുന്നത്. റിയാ ഉള്ളിടത്ത് ഇഖ്ലാസ് ഉണ്ടാവൂല, ഇഖ്ലാസ് ഉള്ളിടത്ത് റിയാ ഉണ്ടാവൂല. നമ്മളെല്ലാം ഹൃദയത്തിൽ രണ്ടും ഉണ്ട് അല്ലെ. കുറച്ച് റിയാവും കുറച്ച് ഇഖ്ലാസും എന്ന് പറഞ്ഞാൽ നടക്കൂല. അപ്പൊ അവിടെ എന്താ ഉള്ളത്? റിയാ മാത്രമായിരിക്കും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മളെപ്പോഴും അള്ളാഹുവോട് പ്രാർത്ഥിക്കണം റിയാ ഇല്ലാത്ത ഇഖ്ലാസ് ഉള്ള അമല് ചെയ്യാനുള്ള തൗഫീഖിന് വേണ്ടിയിട്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ അല്ലെ. എന്താ പറയാ, ആൾക്കാരെ മുമ്പില് ഇപ്പൊ നമ്മള് ഇപ്പൊ ഒരു നല്ല കാര്യം ചെയ്തിട്ട് നമ്മളെ ഇപ്പൊ ആളുകളുടെ പ്രശസ്തിയോ ആൾക്കാരിൽ നിന്ന് നല്ല വാക്കോ ആഗ്രഹിക്കുന്നില്ല എന്ന് തന്നെ വിചാരിക്കാം. പക്ഷെ സ്വാഭാവികമായിട്ട് നമ്മളിപ്പോ നല്ല കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആൾക്കാർ ഇങ്ങനെ നല്ലത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേ നമ്മുടെ മനസ്സിലില്ലേ അതിനോടൊരു ഇഷ്ടം വരും. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് ഞാൻ അധികം ആൾക്കാരോട് ഞാൻ പറയുന്നത് വേണ്ട, നമ്മളിപ്പോ എന്തെങ്കിലും നല്ല ചെയ്തിട്ട് നമ്മളെ കുറിച്ച് ഇങ്ങനെ നല്ലത് പറയണ്ട. കാരണം നമ്മുടെ മനസ്സെന്ന് പറയുന്നത് അത്രയും ദുർബലമായതാണ് അല്ലെ. ആൾക്കാർ നല്ലത് പറയുമ്പോൾ നമുക്ക് അതിനോട് ഇഷ്ടം തോന്നും. പിന്നെ നല്ലത് പറയാൻ നിൽക്കുമ്പോൾ നമുക്ക് എന്ത് വരും, അവർ ഇത്ര ചെയ്തൊന്നും പറഞ്ഞിട്ടില്ലല്ലോ അല്ലെ, ഇങ്ങനെ വരും. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പിന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാല് നല്ല നിയത്തോടെ ചെയ്യണം എന്ന് പറഞ്ഞല്ലോ. അതുപോലെ സത്യസന്ധമായ ദാനധർമ്മം അതും നമ്മൾ പിന്നെ ശ്രദ്ധിക്കാം. പിന്നെ സത്യസന്ധത എല്ലാ കാര്യത്തിലും നമ്മൾ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും നമ്മൾ ആ സത്യസന്ധത കീപ്പ് ചെയ്യണം. അത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കാം. പിന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടല്ലാതെ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം. അതായത് പിന്നെ ഇതിപ്പോ 265-ാമത്തെ ആയത്തിൽ നിന്ന് തദബ്ബുർ ചെയ്ത കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞത്.
ഇനി പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ സൽക്കർമ്മങ്ങളിൽ നമുക്ക് തടയിടുന്ന ഒരു മോശ സ്വഭാവമാണ് അലസത എന്ന് പറയുന്നത്, മടി. അപ്പം മടി ഒരിക്കലും നമുക്ക് ഉണ്ടാകാൻ പാടില്ല. അപ്പൊ എപ്പോഴും നമ്മൾ അള്ളാഹുവിനോട് ആ മടിയിൽ നിന്ന് കാവൽ ചോദിക്കണം. പിന്നെ ഒരു ക്ലാസ് ഞാനിങ്ങനെ കേട്ടതാണ്, ജസ്റ്റ് പോയിന്റ് നോട്ട് ചെയ്തതാണ്. അപ്പൊ അതിൽ പറയുന്നത് എന്താന്ന് വെച്ചാല്, പിന്നെ മടിയുള്ള ഉപ്പ മക്കൾക്ക് ഫിത്നയാണ്, മടിയുള്ള ഭർത്താവ് ഭാര്യക്ക് ഫിത്നയാണ്, മടിയുള്ള ഭാര്യ ഭർത്താവിന് ഫിത്നയാണ്. സുബ്ഹാനല്ലാഹ്. അപ്പം അലസതയും മടിയും എന്ന് പറയുന്നത് മൊത്തത്തില് സമൂഹത്തെ തന്നെ നശിപ്പിക്കാൻ കാരണമായി തീരുന്ന ഒരു കാര്യമാണെന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്താക്കാന്ന് വെച്ചാല് എല്ലാ കാര്യത്തിലും ഭയങ്കരമായ ഒരു അത്യാഗ്രഹം, താല്പര്യം നമ്മൾ എല്ലാ കാര്യത്തിലും. അതായത് ഒരു വിശ്വാസി വെറുതെ ഇരിക്കേണ്ടവനല്ല, അവൻ എപ്പോഴും അള്ളാഹുവിന്റെ പിന്നെ ദീനിന്റെ വിഷയങ്ങളിൽ വ്യാപൃതനായിരിക്കേണ്ടവരാണ് അല്ലെ. ഇതാ ഫറഗത ഫൻസബ് എന്നല്ലേ പറഞ്ഞിട്ടുള്ളത്. അപ്പം നമുക്ക് ഇപ്പൊ എന്തെങ്കിലും കാര്യം നമുക്ക് ചെയ്യണമെങ്കിൽ അള്ളാഹുവിന്റെ തൗഫീഖ് ഉണ്ടെങ്കിലേ നമുക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ അല്ലെ. അത് പൂർത്തിയാക്കണമെങ്കിൽ അള്ളാഹിന്റെ തൗഫീഖ് ഉണ്ടെങ്കിലേ നമുക്ക് സാധിക്കുള്ളൂ. അപ്പൊ അള്ളാഹിനോട് നിരന്തരം നമ്മൾ എന്താക്കാം, സഹായം തേടിക്കൊണ്ടേയിരിക്കാം, പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കാം. നമ്മളെ മുമ്പിൽ ഒരു ലക്ഷ്യമുണ്ട്, ഇപ്പൊ നമുക്കൊരു ആവശ്യമുണ്ട്, ആ ആവശ്യം നിറവേറുന്നവരെ നമ്മൾ അള്ളാഹിനോട് ദുആ ചെയ്തുകൊണ്ടേയിരിക്കാം. അല്ലാതെ നമ്മൾ അത് വ്യക്തികളിലേക്ക് ഇങ്ങനെ മറ്റുള്ളവരോട് നമ്മളിങ്ങനെ പറഞ്ഞ് അതിനെക്കൊണ്ട് പ്രത്യേകിച്ച് കാര്യമില്ല. നമ്മൾ ആളുകളോട് പറയുന്നതിനപ്പുറത്തേക്ക് നമ്മൾ റബ്ബിനോട് നിരന്തരം പറഞ്ഞുകൊണ്ടേയിരിക്കാം. പിന്നെ നമ്മൾ അതിനു വേണ്ടി പരിശ്രമം നമ്മൾ നടത്തണം. എന്ത് കാര്യമാണെങ്കിലും ചിലപ്പോ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മളത് ചിലപ്പോൾ പരാജയപ്പെട്ടേക്കാം, രണ്ടാമത് ചിലപ്പോൾ പരാജയപ്പെട്ടേക്കാം, മൂന്നാമത് ചിലപ്പോൾ പരാജയപ്പെട്ടേക്കാം. അത് വെച്ച് നമ്മൾ പിന്നെ തോറ്റ് പിന്മാറാൻ തയ്യാറാകാൻ പാടില്ല. നമ്മൾ എന്താക്കണം, പരിശ്രമിച്ചു കൊണ്ടേയിരിക്കണം. ജീവിതത്തിൽ മുഴുവനും തോൽവിയാണെന്ന് കരുതി നമ്മൾ വെറുതെ ഇരിക്കേണ്ടവരല്ല. നമ്മുടെ ഭാഗത്തു നിന്നുള്ള ഒരു പരിശ്രമം, അതെന്ത് കാര്യമായാലും. ഓരോരുത്തർക്കും ഓരോ വിഷയങ്ങൾ ഉണ്ടാവും ജീവിതത്തിൽ, ഓരോരുത്തർ ഫേസ് ചെയ്യുന്നത് വ്യത്യസ്തമായ വിഷയങ്ങളായിരിക്കും. എന്ത് കാര്യമാണെങ്കിലും നമ്മളാൽ കഴിയുന്ന രീതിയിൽ അതിനു വേണ്ടി ചെയ്യാൻ വേണ്ടി ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് ദുആ തന്നെയാണ്. പക്ഷെ ദുആ മാത്രമായിട്ട് നമ്മൾ ഇരിക്കാതെ നമ്മളെ കൊണ്ട് അതിൽ എന്താണോ ചെയ്യാൻ പറ്റുന്ന കാര്യം നമ്മൾ ചെയ്യാം. അല്ലേ? പിന്നെ എന്താ പറയാ, അണ്ണാറക്കണ്ണൻ നാലായതെന്നെല്ലാം പറയുന്ന ഇപ്പം പറയുന്നില്ല. അതുപോലെ ഒരു കുഞ്ഞു കാര്യം നമുക്ക് ഇപ്പോൾ അതിൽ ചെയ്യാൻ പറ്റുമെങ്കിൽ ആ കുഞ്ഞു കാര്യം നമ്മൾ അതിൽ ചെയ്യണം അല്ലേ. ഇപ്പം മൂസ അലൈഹി സ്വലാമിന്റെ അടുത്ത് അള്ളാഹു തആല ഒരു വടിയുണ്ട് അല്ലേ. മൂസ അലൈഹി നബിക്ക് ഒരു വടിയുണ്ട്. ആ വടിക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും കഴിവുണ്ടോ? ഇല്ല. ആ വടിക്ക് പ്രത്യേകിച്ച് ഒരു കഴിവില്ല. പക്ഷെ അള്ളാഹു അത് മുഅ്ജിസത്തായിട്ട് അള്ളാഹു നൽകിയപ്പോൾ അതിന് ഒരുപാട് കഴിവുകൾ ഉണ്ടായി അല്ലേ. അപ്പം ഫിറഔൻ ശത്രു സൈന്യവും മുന്നിൽ ആർത്തിരമ്പുന്ന കടൽ അല്ലേ. ആ കടലിനും ശത്രുക്കളുടെ ഇടയിൽ അവർ കുടുങ്ങിയപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാതെ പ്രയാസപ്പെട്ട സമയത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല മൂസാ നബി അലൈഹി സ്വലാമിനോട് പറയുന്നത്, നീ ആ വടി കൊണ്ട് അവിടെ കടലിൽ അടിക്കി. അന്നേരം മൂസാ അലൈഹി സ്വലാം ചിന്തിക്കുന്നില്ല, ഈ വടിനെ കൊണ്ട് ഈ കടലിലടിച്ചത് എന്താകാനാ റബ്ബേ. അങ്ങനെ ഓരോ ആൾക്കാർ ഇങ്ങനെ പറയാം. ഇപ്പം എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ പറയും, അതിപ്പോ ചെയ്തിട്ട് ഇപ്പൊ എന്താക്കാന്. ഇങ്ങനെയുള്ള ചോദിക്കുന്ന കേൾക്കുമ്പോൾ തന്നെ ദേഷ്യം വരും സത്യം പറഞ്ഞാല്. സുബ്ഹാനല്ലാഹ് അല്ലെ. നമ്മൾ എന്തെങ്കിലും ഒരു സ്റ്റെപ്പ് എടുക്കണ്ടേ, ഒരു കുഞ്ഞു സ്റ്റെപ്പ്, അതെടുക്കൂല. ഇപ്പൊ എന്താ കാര്യം ചോദിച്ചിട്ട് എന്താ കാര്യം, നമ്മളോട് വടി കൊണ്ട് അടിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടിക്കണം. അവിടെ മൂസാ നബി അടിച്ചപ്പോ എന്താ സംഭവിച്ചത്? അതാണ് അല്ലാഹ് സുബ്ഹാനഹു വ തആല. സുബ്ഹാനല്ലാഹ്. അള്ളാന്റെ കഴിവ് അതാണ്, അള്ളാന്റെ ഖുദ്റത്ത് എന്ന് പറയുന്നത് അതാണ്. നമ്മളെ വിശ്വാസം, നമ്മുടെ തവക്കുൽ, നമ്മളൊരു പരിശ്രമം, നമ്മളെ പ്രാർത്ഥന, ഇതെല്ലാം കൂടി ചേരുമ്പോൾ അവിടെ അത്ഭുതങ്ങൾ സംഭവിക്കും. ആ ഒരു വിശ്വാസം യഖീൻ നമ്മളെ ഹൃദയത്തിൽ ഉണ്ടാകണം. അതാണ് യാ അയ്യുഹല്ലദീന ആമനൂ ദുഖുലൂ ഫിസ്സിൽമി കാഫ എന്ന് പറഞ്ഞത്. അനുസരണം അല്ലെ, അള്ളാഹിൽ അനുസരണം വേണം. ഈ ഇസ്ലാമിലേക്ക് പൂർണ്ണമായി പ്രവേശിക്കണം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞതെല്ലാം നമുക്ക് വേണം. അവിടെ അതാണ് പരിശ്രമം. അപ്പൊ അവിടെ എന്താ സംഭവിച്ചത്?
കടൽ മാറി നിന്ന് നമ്മൾ ചിന്തിച്ചാൽ നമ്മുടെ ബുദ്ധിക്ക് യുക്തിക്ക് യോജിക്കാൻ പറ്റുന്ന കാര്യമാണോ അത്? സമുദ്രത്തിലെ ജലം രണ്ട് ഭാഗത്തേക്ക് ഇങ്ങനെ മാറി ഒരു ഉണങ്ങിയ വഴി നടുക്ക് ഉണ്ടാവാന്ന് പറയുമ്പോൾ സുബ്ഹാനല്ലാഹ്, അത് അള്ളാഹ്ക്ക് മാത്രം കഴിയുന്ന ഒരു കാര്യമാണ് അല്ലേ? സുബ്ഹാനല്ലാഹ്. അതാണ് അള്ളാഹുവിൽ നമ്മൾ തവക്കുൽ ചെയ്തോ അല്ലെ? കാരണം മൂസാ നബി അവിടെ നിരാശപ്പെട്ടിട്ടുണ്ടായിട്ടില്ല. എന്താ മൂസാ നബി പറഞ്ഞത്? എന്റെ റബ്ബന്റെ കൂടെ ഉണ്ട്, എന്റെ റബ്ബൻ ഒരു വഴി കാണിച്ചു തരും. നമ്മളിൽ നിരാശ എന്ന് പറയുന്നത് നമുക്ക് വരാനേ പാടില്ല. ഏ ഇത്രയും വലിയൊരു പ്രതിസന്ധിയിൽ നമ്മൾ അകപ്പെട്ടിട്ടുണ്ടാ? ഇല്ല അല്ലെ? അപ്പോ നമ്മളിങ്ങനെ എന്തെങ്കിലും പ്രതിസന്ധിയിൽ അകപ്പെടുമ്പോൾ അള്ളാഹിനോട് ഇതൊക്കെ വെച്ചിട്ട് പറയണം. നമ്മൾ ആദ്യം റബ്ബിനെ ഒരുപാട് സ്തുതിക്കുക. അള്ളാഹിന്റെ ഇത്തരത്തിലുള്ള കുദ്റത്തുകൾ പറയല്ലേ. അള്ളാഹുവേ, മൂസാ അലൈഹിസ്സലാമിന്റെ മുമ്പിൽ ആ ഒരു പ്രയാസഘട്ടത്തില് ആ സമ്പത്ത് നിനക്ക് പിളർത്തി കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ മുമ്പിൽ ഞാൻ അനുഭവിക്കുന്ന ഈ ഒരു പ്രയാസം നിനക്ക് വളരെ നിസ്സാരമാണ് റബ്ബേ, നീ പരിഹരിച്ചു താ അല്ലാ അല്ലേ? കടലിനെ പിളർത്തിയ റബ്ബ്. തീ കുണ്ടാരം എന്ന് പറഞ്ഞാൽ ഇബ്രാഹിം നബിനെ ചിത്രീകരിക്കാൻ വേണ്ടിയിട്ട് അവരെന്തൊക്കെ തീ കുണ്ടാരം എന്ന് പറഞ്ഞാല് അതിലൂടെ അതിന്റെ അടുത്തേക്ക് അവർക്ക് പോകാൻ കഴിയായിട്ട് ദൂരത്തുനിന്ന് ഈ മറ്റേ തീരണ്ടിയില് ഇട്ടിട്ട് എറിയേ ചെയ്തത് ഇബ്രാഹിം നബിനെ. അവർക്ക് അതിന്റെ അടുത്ത് പോകാൻ കഴിയായിട്ട് സുബ്ഹാനല്ലാഹ്. പക്ഷെ ആ നാറ് അല്ലെ, ആ നാറ് കൂനി ബർദം വസലാമൻ അലാ ഇബ്രാഹിം. സുബ്ഹാനല്ലാഹ്. റബ്ബിനൊരു നിമിഷം വേണ്ടു കുൻ ഫയകൂനല്ലാഹു. അള്ളാന്റെ കഴിവിനെ നമ്മൾ നിസ്സാരമായി കാണാൻ പാടില്ല. അതൊക്കെ നമുക്ക് ഉണ്ടാവണം. അപ്പം ജീവിതത്തിൽ നമ്മൾ എന്താക്കണം? പരിശ്രമിച്ചു കൊണ്ടേയിരിക്കണം. മടി നമുക്ക് ഉണ്ടാക്കാൻ പാടില്ല. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് വെച്ചാല് നമ്മൾ അള്ളാഹുവിന് മുൻഗണന കൊടുക്കണം എല്ലാ കാര്യത്തിലും. ഏറ്റവും ഫസ്റ്റ് സ്റ്റെപ്പ് റബ്ബിന് തന്നെ നമ്മൾ കൊടുക്കും. ഒരു കുഞ്ഞു തലവേദന നമുക്ക് വന്നാൽ നമ്മൾ ആദ്യം തലവേദനക്കുള്ള മരുന്ന് വീട്ടിൽ എന്തെങ്കിലും ടൈഗർ ബാമോ ആക്സോയിലോ അതല്ലെങ്കിൽ പാരസിറ്റാമോളോ അങ്ങനെ പല 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 മരുന്നുകൾ ഉണ്ടാവും വീട്ടിൽ. നമ്മൾ അതിലേക്കാണ് ആദ്യം നമ്മളെ കയ്യോ നമ്മളെ മനസ്സും പോകുന്നതെങ്കിൽ നമ്മൾ അള്ളാഹ്ക്ക് ഫസ്റ്റ് പരിഗണന കൊടുത്തിട്ടില്ല. നമുക്കൊരു തലവേദന വരുമ്പോൾ നമ്മൾ വേഗം അങ്ങനെയുള്ള സാധനങ്ങൾ ഇങ്ങനെ പരട്ടാനും ഇതാക്കാനും നമ്മൾ കുറേ നോക്കൂ, അത് വരട്ടി നോക്കൂ, ഇത് വരട്ടി നോക്കൂ, എന്നിട്ട് ശരിയാവുന്നില്ല. എന്നിട്ട് എന്താക്കും? ഒരു ഗുളിക എടുത്ത് കുടിച്ചു നോക്കൂ, എന്നിട്ടും ശരിയാവുന്നില്ല. അന്നേരം പറയും പഠിച്ചോനെ ഈ തലവേദന ഒന്ന് മാറ്റിത്താ. ഏറ്റവും ലാസ്റ്റ് പ്രിഫറൻസ് റബ്ബിന് കൊടുക്കുന്ന ഒരവസ്ഥ പറ്റൂല. നമ്മളുണ്ടല്ലോ എല്ലാ കാര്യത്തിലും ഫസ്റ്റ് പ്രിഫറൻസ് നമ്മൾ റബ്ബിന് കൊടുത്താൽ തീർച്ചയായും നമ്മളെ കാര്യത്തിൽ അള്ളാഹു ഇടപെട്ട് നടത്തി തരും. അതല്ലാതെ നമ്മൾ എത്ര ഓടിയാലും ആ ഓട്ടം തന്നെ ഉണ്ടാവും. ആ ഓടണോ പക്ഷെ ആ ഓട്ടത്തിൽ നമുക്ക് കിട്ടണമെങ്കിൽ, അതിലൊരു ബർക്കത്ത് കിട്ടണമെങ്കിൽ നമ്മൾ എന്താക്കണം? അള്ളാഹ്ക്ക് പരിഗണന കൊടുക്കണം. പഠിച്ചോന് നമ്മളൊരു പരിഗണന കൊടുക്കുമ്പോൾ നമ്മളെ കാര്യത്തിൽ അള്ളാഹു ഇടപെട്ട് നടത്തിത്തരും. എന്ത് കാര്യമാണെങ്കിലും അതിന്റെ സമയമാകുമ്പോൾ റബ്ബ് നമുക്ക് ചെയ്ത് തരും ഉറപ്പായിട്ടും. അപ്പൊ അതുകൊണ്ട് ഇപ്പം നമ്മളതായ ദുനിയവിയായ നമ്മളെ കാര്യങ്ങൾക്ക് നമ്മൾ എത്രമാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അതായത് ഇപ്പം നമുക്കിപ്പോ സ്ത്രീകളാകുമ്പോൾ നമ്മളെ മുമ്പിൽ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന കാര്യങ്ങൾ നമ്മളെ മക്കളെ വിഷയമായിരിക്കും, നമ്മളെ ഇണകളെ വിഷയമായിരിക്കും, നമ്മളെ വീടിന്റെ വിഷയമായിരിക്കും, നമ്മുടെ സ്വന്തം ആരോഗ്യത്തിന്റെ വിഷയമായിരിക്കും. ഇതിനെല്ലാം നമ്മൾ കുറേ പരിഗണന കൊടുക്കുന്നില്ലേ? അതിന്റെ അപ്പുറത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലന്റെ ദീനിന് ഏറ്റവും ഫസ്റ്റ് പ്രിഫറൻസ് നമ്മൾ കൊടുക്കുക, ഏറ്റവും ഇമ്പോർട്ടൻസ് അതിന് കൊടുക്കുക. നമ്മളെ ദിവസത്തിന്റെ ഒരു തുടക്കം അത് ഖുർആൻ പാരായണം കൊണ്ട് അള്ളാഹുവിന്റെ കലാം കൊണ്ട് നമ്മൾ ആരംഭിക്കുക. നല്ല നല്ല ശീലങ്ങൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. റമളാനാണ് വരുന്നത്. ഒരുപാട് നന്മകൾ വാരിക്കൂട്ടാൻ നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്നുണ്ട്. അതിനു വേണ്ട പരിശ്രമങ്ങൾ നമ്മളാൽ കഴിയുന്ന രീതിയിൽ വളരെ ചെറിയ രൂപത്തിൽ ചെയ്യുന്നുണ്ട് എന്ന് പറയാം. നമ്മൾ ഒരുപാടൊന്നും ചെയ്യുന്നില്ല. പക്ഷെ നമ്മൾ കുറച്ച് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ വിചാരിക്കും നമ്മൾ കുറേ ചെയ്യുന്നുണ്ട് എന്ന് വിചാരിക്കും. അതാണ് നമ്മളെ പ്രശ്നം.
എന്നിരുന്നാലും കുറച്ചാണെങ്കിലും കൂടുതലാണെങ്കിലും എല്ലാം റബ്ബ് കാണുന്നുണ്ട്. തുടക്കത്തിൽ പറഞ്ഞ ആ ഒരു ഇത്, അതായത് റബ്ബിന്റെ തൃപ്തി ആഗ്രഹിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും പരിശ്രമിക്കുക. റഹ്മാനായ റബ്ബ് നമുക്ക് എല്ലാവർക്കും അതിനുള്ള നല്ല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. റഹ്മാനായ റബ്ബേ, നിന്റെ തൃപ്തിയും പ്രീതിയും പൊരുത്തവും മാത്രം ആഗ്രഹിച്ചുകൊണ്ടാണ് ഞങ്ങളെല്ലാവരും ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ഞങ്ങളിൽ നിന്നും നീ സ്വീകരിക്കണേ റഹ്മാനെ. നീ തൃപ്തിപ്പെടുന്ന, നീ ഇഷ്ടപ്പെടുന്ന നല്ലവരായ നിന്റെ അടിയാറുകളിൽ അല്ലാഹുവേ ഞങ്ങളെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റഹ്മാനെ. പരിശുദ്ധ റമളാനിന് വേണ്ടി ഞങ്ങൾ ഓരോരുത്തരും ദാഹിക്കുകയാണ് അല്ലാഹുവേ. പരിശുദ്ധ റമളാൻ ഞങ്ങളിലേക്ക് എത്താൻ ഞങ്ങളെ അങ്ങേയറ്റം കൊതിക്കുന്നിടത്തെ ആരോഗ്യത്തോടെ, ആഫിയത്തോടെ, നല്ല ഉന്മേഷത്തോടെ, മടിയില്ലാതെ റമളാനിനെ വരവേൽക്കാൻ ഞങ്ങളെ നീ സഹായിക്കണേ റഹ്മാനെ. നിന്റെ സഹായവും നിന്റെ കാരുണ്യവും നിന്റെ ഔദാര്യവും ഒന്നും ഇല്ലാതെ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല റഹ്മാനായ റബ്ബേ. ഞങ്ങളെ സഹായിക്കണേ റഹ്മാനെ. ഞങ്ങൾ വെറും ദുർബലരാണ് അല്ലാഹുവേ, ഞങ്ങൾ പതറിപ്പോകുന്നു അല്ലാഹുവേ. ഞങ്ങൾക്ക് നീ സബാത്ത് നൽകണേ അല്ലാഹ്. സിറാത്തുൽ മുസ്തഖീമിൽ അടിയുറച്ചു നിൽക്കാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ ഈമാനിൽ ഞങ്ങൾക്ക് കെട്ടുറപ്പ് നൽകണേ റഹ്മാനെ. ഞങ്ങൾ ചെയ്യുന്ന ഓരോ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളും അള്ളാഹുവെ നിന്റെ തൃപ്തിയിലായിക്കൊണ്ട് ചെയ്യാൻ ഞങ്ങളെ സഹായിക്കണേ റഹ്മാനെ. രാവിലെ ഉറങ്ങി എഴുന്നേറ്റ മുതൽ രാത്രി വിരിപ്പിലേക്ക് ചെല്ലുന്നത് വരെയുള്ള ഓരോ കാര്യങ്ങളിലും ഓരോ സ്റ്റെപ്പിലും ഞങ്ങൾ വസ്ത്രം ധരിക്കുമ്പോഴാകട്ടെ, പാദരക്ഷകൾ ധരിക്കുമ്പോഴാകട്ടെ, ഭക്ഷണം കഴിക്കുമ്പോഴാകട്ടെ, അങ്ങനെ വീട്ടു ജോലികൾ ചെയ്യുമ്പോഴാകട്ടെ, അങ്ങനെ 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 ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ അവിടെ എല്ലാം റഹ്മാനായ റബ്ബേ നിന്റെ തൃപ്തി ആഗ്രഹിച്ചുകൊണ്ട് ചെയ്യാൻ നല്ല നിയത്തോടെ, ഇഖ്ലാസോടെ, ഹൃദയം തൊട്ടറിഞ്ഞുകൊണ്ട് നിഷ്കളങ്കമായ ഹൃദയത്തോടെ പ്രവർത്തനങ്ങൾ ചെയ്യാൻ അല്ലാഹുവേ ഞങ്ങളെ നീ സഹായിക്കണേ റഹ്മാനെ. ഞങ്ങളെ ഹൃദയത്തിൽ എന്തെങ്കിലും തരത്തിൽ അസൂയയോ വിദ്വേഷമോ പകയോ വെറുപ്പോ അങ്ങനെ മോശമായ എന്തെങ്കിലും സ്വഭാവം, ലോകമാന്യതയോ അഹങ്കാരമോ എന്തെങ്കിലും നമ്മുടെ ഹൃദയത്തിൽ ഒരു കുഞ്ഞംശം ഉണ്ടെങ്കിൽ അള്ളാഹുവെ നീ അതെല്ലാം ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് തുടച്ചു നീക്കണേ റഹ്മാനെ. ഞങ്ങളെ ഹൃദയം നീ പരിശുദ്ധമാക്കി തരണേ റഹ്മാനെ. ആരോടും വെറുപ്പില്ലാത്ത, ദേഷ്യമില്ലാത്ത, പകയില്ലാത്ത, എല്ലാവരെയും സ്നേഹിക്കാൻ കഴിയുന്ന, എല്ലാവർക്കും പുറത്തു കൊടുക്കാൻ കഴിയുന്ന, എല്ലാവർക്കും മാപ്പ് കൊടുക്കാൻ കഴിയുന്ന, എല്ലാവരെയും സഹായിക്കാൻ കഴിയുന്ന വിശാലമായ ഒരു മനസ്സിന്റെ ഉടമകളാക്കി ഞങ്ങളെ നീ മാറ്റിത്തരണേ റഹ്മാനെ. പൈശാചികമായ എല്ലാ ചിന്തകളിൽ നിന്നും, പ്രവർത്തനങ്ങളിൽ നിന്നും, വാക്കുകളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ വീടുകളെയും ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ വരും തലമുറകളെയും നീ സംരക്ഷിക്കണേ റഹ്മാനെ. നിന്റെ ഒരു സംരക്ഷണം ഞങ്ങൾക്ക് എപ്പോഴും നീ നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും നീ എളുപ്പമാക്കി തരണേ റഹ്മാനെ. നിന്റെ ദീനിന് വേണ്ടി ഒരുപാട് പരിശ്രമം ചെയ്യാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു അല്ലാഹുവേ. ഞങ്ങൾക്ക് അതിനുള്ള കാര്യങ്ങൾ എളുപ്പമാക്കി തരണേ റഹ്മാനെ. കുറേ വർഷങ്ങളായി എൻ്റെ മനസ്സിലുള്ള ഒരു ആഗ്രഹമാണ് ദീനി ഒരു സ്ഥാപനം പെൺകുട്ടികൾക്ക് വേണ്ടി, സ്ത്രീകൾക്ക് വേണ്ടി ഒരു എന്താ പറയാ അള്ളാഹുവിനെ അറിയാനും അള്ളാഹുവിനെ മനസ്സിലാക്കാനും അള്ളാഹുവിനെ മനസ്സിലാക്കി കൊടുക്കാനും കഴിയുന്ന രീതിയിലുള്ള ഒരു സ്ഥാപനം തുടങ്ങണമെന്ന ആഗ്രഹം. അള്ളാഹുവെ അതിന്റെ കാര്യങ്ങൾ ഞങ്ങൾക്ക് നീ എളുപ്പമാക്കി തരണേ റഹ്മാനെ. നല്ലൊരു സ്ഥലം അതിനു വേണ്ടി നീ ഞങ്ങൾക്ക് തയ്യാറാക്കിത്താ അള്ളാഹുവെ. അതിലുള്ള റമളാൻ ആകുമ്പോഴേക്കും അതിലെ തീരുമാനം നീ ഞങ്ങൾക്ക് എളുപ്പമാക്കി തരണേ റഹ്മാനെ. ഞങ്ങളെ കൂട്ടത്തിൽ സാമ്പത്തികമായി ഒരുപാട് ഞെരുക്കങ്ങൾ അനുഭവിക്കുന്ന, കടബാധ്യതകൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് സഹോദരികളുണ്ട് റഹ്മാനായ റബ്ബേ. അറിവില്ലാത്ത സമയത്ത് പലിശയിലും മറ്റും അകപ്പെട്ടുപോയി അള്ളാഹുവേ. അവർ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു ആ പലിശയിൽ നിന്ന് മോചനം ലഭിക്കാൻ അള്ളാഹുവേ. നീ അവരുടെ കാര്യങ്ങൾ നീ എളുപ്പമാക്കി കൊടുക്കുക അള്ളാഹ്. നിന്റെ രചനാവില് ഇഷ്ടം പോലെ ഇല്ലേ റബ്ബേ. ആരിലെവിടെയെങ്കിലും നീ അവർക്ക് ആ പലിശ ഇടപാടുകൾ പൂർണ്ണമായും ഒഴിവായി ഒരു എന്താ പറയാ സമാധാനത്തോടെയുള്ള ജീവിതം ഈ ദുനിയാവിൽ നിന്ന് തന്നെ സമാധാനത്തോടെ ഈ ഹറാമായ പലിശയിൽ നിന്നും മറ്റു കാര്യങ്ങളിൽ നിന്നും വിട്ടുനിന്നുകൊണ്ടുള്ള സംതൃപ്തമായ, സംശുദ്ധമായ, പരിശുദ്ധമായ ജീവിതം നയിക്കുവാൻ നീ സഹായിക്കണേ റഹ്മാനെ. അതുപോലെ തന്നെ മറ്റ് പല പ്രയാസങ്ങളും മാനസികമായ കുടുംബങ്ങളിലുള്ള ഇണകളിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട് അല്ലാഹുവേ. എല്ലാവരുടെ പ്രയാസങ്ങൾ നീക്കിക്കൊടുക്കണേ റഹ്മാനെ. പൂർണ്ണമായ സമാധാനം അത് സ്വർഗത്തിൽ മാത്രമേ ലഭിക്കൂ എന്നറിയാം. എന്നിരുന്നാലും റഹ്മാനായ റബ്ബേ, വിശ്വാസികൾക്ക് നീ വാഗ്ദാനം ചെയ്ത ഒരു സമാധാനം ഉണ്ടല്ലോ, അതിലേക്ക് എത്താനുള്ള തൗഫീഖ് നീ എല്ലാവർക്കും നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ.
ഞങ്ങളുടെ കൂട്ടത്തിൽ രോഗികളായി പ്രയാസപ്പെടുന്നവരുണ്ട് അള്ളാഹുവെ. പരിശുദ്ധ റമളാനാണ് വരുന്നത് അള്ളാഹുവെ. ആരോഗ്യത്തോടെ ആഫിയത്തോടെ നോമ്പ് പിടിക്കാനുള്ള, ഇബാദത്തുകൾ ചെയ്യാനുള്ള, നിസ്കരിക്കാനും ഖുർആൻ പാരായണം ചെയ്യാനും രാത്രി നമസ്കാരം നിർവഹിക്കാനും ധാരാളമായി ദാനധർമ്മങ്ങൾ നിർവഹിക്കാനുമുള്ള എല്ലാ തൗഫീഖും ഞങ്ങൾക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യണേ റഹ്മാനെ. രോഗികൾക്ക് നിശിപ്പ നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ആരോഗ്യം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ക്ഷമ നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ഇസ്ലാമിന് മുസ്ലിമീങ്ങൾക്കും നീ അൽജത്ത് പ്രദാനം ചെയ്യണേ റഹ്മാനെ. ഇസ്ലാമിന്റെ പേരിൽ, മുസ്ലിമായതിന്റെ പേരിൽ പ്രയാസം അനുഭവിക്കുന്ന എല്ലാ ലോകത്തിന്റെ പല ഭാഗങ്ങളിലുമുള്ള മുസ്ലിമീങ്ങൾക്ക് നീ ഇസ്സത്ത് പ്രദാനം ചെയ്യണേ അല്ലാഹ്. അവർക്ക് സമാധാനം നൽകണേ റഹ്മാനെ. ഇസ്ലാമിനും മുസ്ലിമീങ്ങൾക്ക് നീ ഇസ്സത്തും വിജയവും പ്രദാനം ചെയ്യണേ റഹ്മാൻ. ഇസ്ലാമിന്റെ ശത്രുക്കളെ നീ പരാജയപ്പെടുത്തണേ റഹ്മാനെ. ഇന്നത്തെ ലോകം പല പല ഫിത്നകൾ കൊണ്ട് വല്ലാതെ പ്രയാസപ്പെടുന്നു അല്ലാഹുവേ. ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും എല്ലാവിധ ഫിത്നകളിൽ നിന്നും കാത്തു രക്ഷിക്കണേ റഹ്മാൻ. എല്ലാവരുടെ ഹൃദയത്തിൽ ഈമാൻ നീ അടിയുറച്ചു നിൽക്കാനുള്ള ഹിദായത്ത് നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. ഞങ്ങൾക്ക് മുമ്പേ ഈ ദുനിയാവിൽ നിന്ന് വിടർ പറഞ്ഞു പോയ പ്രിയപ്പെട്ടവരുണ്ട് അല്ലാഹുവേ. ഞങ്ങളെ നന്മയുടെ വഴിയിൽ നടത്തിച്ച ഞങ്ങളുടെ ഗുരുനാഥന്മാർ, ഞങ്ങൾക്ക് നന്മ പറഞ്ഞു തന്ന ഒരുപാട് നല്ല പണ്ഡിതന്മാർ, ഞങ്ങളുടെ മാതാപിതാക്കൾ, ഞങ്ങളുടെ സഹോദരങ്ങൾ, ഞങ്ങളുടെ അയൽവാസികൾ, ഞങ്ങളുടെ കൂട്ടുകാർ, അങ്ങനെ ഞങ്ങളോടൊപ്പം ഇന്ന് ഈ ദുനിയാവിൽ അവരില്ല റഹ്മാനായ റബ്ബേ. അവരുടെ കബറിടങ്ങളെ വിശാലമാക്കി കൊടുക്കണേ അല്ലാഹ്. അവരുടെ പാപങ്ങളിൽ പുറത്ത് മാപ്പാക്കി കൊടുക്കണേ റഹ്മാനെ. അവർക്ക് ഇന്ന് സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള അവസരമില്ല അല്ലാഹുവേ. അവരുടെ തെറ്റുകുറ്റങ്ങൾ നീ പുറത്ത് മാപ്പാക്കി കൊടുക്കണേ റഹ്മാൻ. അവർക്ക് കബറിടം നീ സ്വർഗ പൂങ്കാവനമാക്കി കൊടുക്കണേ റഹ്മാനെ. നാളെ നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ വെച്ച് അവരെല്ലാം കാണാനും ഒരുമിച്ച് കഴിയാനും നീ ഞങ്ങൾക്ക് നീ സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. റഹ്മാനായ റബ്ബേ, നിന്നെ കണ്ടുമുട്ടാനുള്ള സൗഭാഗ്യം ഞങ്ങൾക്ക് നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. സത്യാളെന്ന നരകശിക്ഷയെ തൊട്ട് അല്ലാഹുവേ നീ കാത്തു രക്ഷിക്കണേ റഹ്മാനെ. ഒരു നിമിഷം പോലും നരകത്തിൽ സ്പർശിക്കാതെ സ്വർഗം ലഭിക്കുന്ന സൗഭാഗ്യവാന്മാരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റഹ്മാനെ. പരിശുദ്ധ റമളാനിലേക്ക്, റമളാനിന്റെ പുണ്യങ്ങൾ വാരിക്കൂട്ട് ഞങ്ങൾ നീ എത്തിക്കണേ റഹ്മാനെ. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منكم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا من النار وادخلنا الجنة يا رب العالمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم احينا على الكتاب والسنة وأمتنا مع الإيمان والتوبة. اللهم احينا على الكتاب والسنة وأمتنا مع الإيمان والتوبة. اللهم احينا في الكتاب والسنة وأمتنا مع الإيمان والتوبة. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. وصلى الله على محمد والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.